പകൽ ഞാൻ ചിന്തിച്ച അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച ഭാഗത്തിൽ നിന്ന് അല്പം കൂടെ ധൈര്യം പകരുന്ന മറ്റൊരു വശത്തേക്ക് പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടും. കഴിഞ്ഞ ദിവസം പുറപ്പാട് പുസ്തകത്തിൽ നിന്ന്, പുറപ്പാട് പുസ്തകം വായിച്ചല്ല നമ്മൾ തുടങ്ങുന്നത്, പക്ഷേ പുറപ്പാട് പുസ്തകത്തിൽ ഗൗരവമായി പോകും. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, മച്ചിയും ഗർഭമലസുന്നവളും നിനക്കില്ലാതെ ഇരിക്കും, ഞാൻ നിന്റെ ആയുസ്സിനെ പൂർത്തീകരിക്കും എന്ന വാക്യം ഒരു പ്രാവശ്യം എൻ്റെ ഹൃദയത്തോട് ഇടപെടുകയും ഞാൻ ഓർത്തു, ചില വർഷങ്ങൾക്ക് മുൻപേ ആവർത്തിച്ച് ധൈര്യം ജനിപ്പിക്കുന്ന അത്തരം വാക്യങ്ങൾ കൂടെ വായിക്കുന്ന പതിവുണ്ടായിരുന്നു, ഇവിടെ വിശദീകരിക്കുന്ന പതിവുണ്ടായിരുന്നു. ദൈവസഭയുടെ വളർച്ചയ്ക്കും ജനത്തിൻ്റെ നന്മയ്ക്കും അത് കാരണമായി ഭവിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഏറെക്കുറെ 1-2 വർഷങ്ങളോളമായി ഇമ്മീഡിയറ്റായി സംഭവിക്കുവാനുള്ള, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും ആസന്ന ഭാവിയിൽ സംഭവിക്കേണ്ടതുമായ പല കാര്യങ്ങളെക്കുറിച്ച് മറ്റ് സഭകൾക്കില്ലാത്തതുപോലെ ഒരു പരിജ്ഞാനത്തിലേക്ക് ബേഥേലിനെ നടത്തുവാൻ കർത്താവ് തീരുമാനിക്കുകയും അതിനോട് ബന്ധപ്പെട്ട അനവധി വിഷയങ്ങൾ സഭയിൽ പഠിക്കേണ്ടതിന് കർത്താവ് തരികയും നമ്മളതെടുത്ത് പഠിക്കുകയും ചെയ്തു. ഒരുപാട് പേർക്കത് പ്രയോജനപ്പെട്ടു. ഇതിനകത്ത് മാത്രമല്ല, വെളിയിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായി ശ്രദ്ധിക്കുന്നവരിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസുകൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ്. അനേകരെ എഡ്യൂക്കേറ്റ് ചെയ്യുവാൻ അത് പ്രയോജനപ്പെട്ടു. നിരൂപണങ്ങളില്ലെന്നല്ല ഞാൻ പറഞ്ഞ, നിരൂപണങ്ങളുണ്ട്. പൈശാചിക സാമ്രാജ്യത്തിന് എവിടെയെങ്കിലും ചളുക്കം സംഭവിച്ചാൽ അത് പ്രതികരിച്ചിരിക്കും. ആ പ്രതികരണങ്ങൾ എനിക്കൊരു ഉത്തേജനമാണ്. കാര്യം പൈശാചിക സാമ്രാജ്യത്തിൽ തട്ടി എന്ന് നമുക്ക് ഉറപ്പുവരുത്തുവാൻ കഴിയുന്നത് ഇത്തരം പ്രതികരണങ്ങളിലൂടെയാണ്. അത് മുഖേന അനുഗ്രഹിക്കപ്പെട്ടവർക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. എന്നാൽ വീണ്ടും സഭയെ ശക്തീകരിക്കേണ്ടതിന്, അന്ത്യനാളുകളിലേക്ക് ഒരുക്കേണ്ടതിന് കർത്താവ് അടുത്ത ചില ചാപ്റ്റേഴ്സുകളിലൂടെ നടത്തി. ഇന്ന് ഒരു പ്രാവശ്യം കൂടെ നമ്മെ ധൈര്യപ്പെടുത്തേണ്ടതിന്, ശക്തീകരിക്കേണ്ടതിന്, പ്രൊഡക്റ്റീവാക്കി മാറ്റേണ്ടതിന്, ദൈവസഭയ്ക്ക് വളർച്ച കൽപ്പിക്കേണ്ടതിന് വീണ്ടും പണ്ട് ചിന്തിച്ച നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും എന്നിത്യാദിയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ചില ആഴ്ചകളിലേക്ക് ഇറങ്ങുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ മെസ്സേജ് ഇന്നൊരൊറ്റ പകലത്തേക്കുള്ളതാണ്. ഇറ്റ്സ് നോട്ട് കണ്ടിന്യൂവേഷൻ. വരുന്ന ആഴ്ച എന്തായിരിക്കുമെന്ന് കർത്താവിനെ അറിയിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയുവാൻ നിവൃത്തിയില്ല. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. സകല ജാതി മതസ്ഥരിൽ നിന്നും യഹൂദന്മാരുൾപ്പെടെ ദൈവിക വിളിക്ക് യോഗ്യരായി വിളിച്ചു ചേർക്കപ്പെട്ട ക്രൈസ്തവ സമൂഹത്തെ, ഒന്നാമത്തെ പ്രധാനപ്പെട്ട അപ്പോസ്തലൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പത്രോസ്, പ്രധാന അപ്പോസ്തലൻ എന്ന പേരിൽ മാത്രം വിളിക്കുന്നുവെങ്കിൽ പത്രോസ് മാത്രമല്ല, പലരും അതിനകത്തുണ്ട്. എന്നാൽ ഒന്നാമത്തെ പ്രധാന അപ്പോസ്തലൻ എന്ന പേരിനാൽ വിളിക്കപ്പെട്ട പത്രോസ് തൻ്റെ സഭയ്ക്ക് ദൈവത്തിൻ്റെ ഹിതപ്രകാരം എഴുതുന്ന ലേഖനങ്ങളിൽ 1-ാം നൂറ്റാണ്ട് മുതൽ അന്തിമ നൂറ്റാണ്ടുകളിൽ വരെ സഭയെ ഉറപ്പിക്കേണ്ടതിന് ദൈവം കൊടുത്ത ആലോചനകൾ പറയുമ്പോൾ നിങ്ങളോ എന്ന് അഡ്രസ്സ് ചെയ്യുന്നത് ഇന്ന് ആ വിളിയിൽ ഉൾപ്പെട്ട നമ്മളെ ചേർത്തുകൊണ്ടാണ്. പഴയ നിയമസഭ എന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾ, വിളിക്കപ്പെട്ട അബ്രഹാമിൻ്റെ സന്തതിയെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പഴയ നിയമസഭ, ഇസ്രായേൽ അഥവാ ദൈവം തിരഞ്ഞെടുത്ത ഒരു ജാതി. പുതിയ നിയമത്തിൽ അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾ എന്ന സ്ഥാനത്തേക്ക് നമ്മെ ദത്തെടുക്കുകയും തിരുവചന ഭാഷയിൽ സ്വാഭാവിക കൊമ്പുകളിൽ പലതിനെയും ഒടിച്ചു കളഞ്ഞ ശേഷം കാട്ടൊലിവായിരുന്നതിൻ്റെ കൊമ്പുകളെ ഒടിച്ചെടുത്ത് നല്ല ഒലിവിൻ്റെ വൃക്ഷത്തോട് ബഡ് ചെയ്ത് ചേർത്ത് നമ്മെ സ്വാഭാവിക വേരിൻ്റെ അംശികളാക്കി തീർത്ത, അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിന് പങ്കാളികളാക്കി തീർത്ത ദൈവകൃപയിൽ നിന്നുകൊണ്ട് എഴുതുന്ന ലേഖനമാണിത്. നിങ്ങളോ സകല ജാതി മതസ്ഥരിൽ നിന്നും വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ വിളികെട്ടിറങ്ങിയവരെ, നിങ്ങളോ ദൈവം ആദമിനെ സൃഷ്ടിച്ച് ഇവിടെയാക്കുമ്പോൾ നിന്റെ സന്തതി ഭൂമിയെ ഭരിക്കുമെന്ന് പറഞ്ഞു. സന്തതിയെക്കുറിച്ചുള്ള കാഴ്ച എൻ്റെ ദൈവത്തിനുണ്ട്. അബ്രഹാമിനെ വിളിച്ച് ആക്കുമ്പോൾ നിന്റെ സന്തതി എന്ന് പറഞ്ഞു. അബ്രഹാമിനൊരു സന്തതിയുണ്ട്. അക്ഷരീകമായി ജാതികളിൽ 2 ജാതികളെങ്കിലും അബ്രഹാമിൻ്റെ സന്തതിയാണെങ്കിൽ, ലോകത്തിലെ സകല ജാതികളിൽ നിന്നും വിശ്വാസത്തിന് വേണ്ടി വിളിക്കപ്പെട്ട നാം അബ്രഹാമിൻ്റെ ആത്മീക സന്തതിയാണ്. നമ്മാൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിനുണ്ട്. പിതാവായ ദൈവവും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാതെ എൻ്റെ പുത്രൻ ഇറങ്ങി വന്ന് ചെയ്യും എന്ന് പല കാര്യങ്ങൾ പറഞ്ഞു. പിതാവായ ദൈവത്തിനും ഒറ്റ മിഷ്യൻ സ്വഭാവമില്ല. താൻ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു, വരുവീൻ, നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുക.
ദൈവം ഒറ്റ മിഷനല്ല, തന്നോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിപ്പാൻ കഴിയുന്ന എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്നവനാണ്. വിളിച്ചു ചേർക്കപ്പെട്ട ദൈവമക്കളെ, നമ്മെ കൂടെ ഒരുമിച്ച് അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾ എന്ന പദവിയിൽ നമ്മെ കൊണ്ടുവന്ന് നിന്റെ സന്തതിയിൽ ഭൂമി അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞവൻ എന്നെയും നിങ്ങളെയും ഉപയോഗിച്ച് ഈ ഭൂമിയെ അനുഗ്രഹിപ്പാൻ തീരുമാനിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങളോ സാധാരണക്കാരല്ല, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കേണ്ടതിന്. നിങ്ങൾ ആരാണ്? അന്ധകാരത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരാണ്. എവിടേക്ക് വിളിക്കപ്പെട്ടവരാണ്? അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അതിൻ്റെ അർത്ഥം ഇതിനകത്തിരിക്കുന്ന എല്ലാവരും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും അത്ഭുത പ്രകാശത്തിൽ എത്തിയെന്നല്ല, നാം അവിടേക്ക് വഴി നടത്തപ്പെടുന്നവരാണ്. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ. നമ്മുടെ വിളി അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കാണ്. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നാം അത്ഭുത പ്രകാശത്തിൽ എത്തിയിരിക്കും. ഒരളവിൽ എത്തിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത അളവുകളിലേക്ക് വളർത്തുന്നതായ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, എൻ്റെ ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി സ്തോത്രം. ചിലർ ഘോഷിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ പരാജയവശങ്ങളാണ്. ചിലർ ഘോഷിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളാണ്. ചിലർ ഘോഷിക്കുന്നത് അവരുടെ ദുഃഖവേളകളാണ്. എന്നാൽ ഒരു ദൈവ പൈതലോ ക്രിസ്തുവിൻ്റെ സൽഗുണങ്ങളെ വർണ്ണിക്കേണ്ടതിന്, എനിക്ക് അനേകം നന്മകൾ ലഭിച്ചു അതിനെക്കുറിച്ച് വർണ്ണിക്കേണ്ടതിന്, എന്നെ സഹായിച്ചു അതിനെക്കുറിച്ച് വർണ്ണിക്കേണ്ടതിന്, ഒരു സാക്ഷി വേറൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്ന ആത്മിക വളർച്ചയിലേക്ക് ഉയർത്തേണ്ടതിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും, ഞാൻ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. 2, രാജകീയ പുരോഹിത വർഗവും. 3, വിശുദ്ധ വംശവും ആകുന്നു എന്ന് അറിയുക. നാം സാധാരണക്കാരല്ല, പ്രത്യേകം വിളിക്കപ്പെട്ട ദൈവിക ഉദ്ദേശത്തിനായി ചേർക്കപ്പെട്ട ഒരു ജാതിയും വിശുദ്ധ വംശവും എന്ന ഓർമ്മ നമ്മുടെ അകത്ത് കിടക്കട്ടെ. നമുക്ക് നമ്മോട് തന്നെ പറയാം, ഞാൻ സാധാരണക്കാരനല്ല. ഞാൻ എടുത്തു പറയാറുണ്ടായിരുന്ന ഒരു പദം ഒരു പ്രാവശ്യം കൂടെ ആവർത്തിച്ചു കൊള്ളട്ടെ. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എവിടെയോ. അത് കേവലം കഥയായി മാത്രം തൽക്കാലം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ചരിത്രപരമായി യാതൊരു രേഖയും എൻ്റെ കയ്യിലില്ല. ആര് കഥ പറഞ്ഞെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. ആരോ ഒരാൾ പറഞ്ഞ ഒരു കഥയായി മാത്രം എടുക്കുക, അതിൻ്റെ മോറൽ മനസ്സിലാക്കേണ്ടതിന്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എവിടെയോ ഒരിടത്ത് ആളുകളെല്ലാം കൂടെ ഒരു മിലിറ്ററി എല്ലാവരും കൂടെ ബഹളം വെച്ച് അവരുടെ രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി. രാജകുടുംബത്തെ മുഴുവനും പിടിച്ചു നിർത്തി അവരെ മുഴുവനും വെട്ടിക്കൊല്ലുവാൻ തീരുമാനിച്ചു. അങ്ങനെ രാജകുടുംബത്തിൽ രാജാവിനെ വെട്ടിക്കൊന്നു, തൻ്റെ ഭാര്യമാരെ വെട്ടിക്കൊന്നു, തൻ്റെ മക്കളെ വെട്ടിക്കൊന്നു. അങ്ങനെ വെട്ടിക്കൊന്നു വന്നപ്പോൾ ഒരു കൊച്ചൻ മാത്രം അവശേഷിച്ചു. രാജാവിൻ്റെ കൊച്ചുമകനായി, രാജാവിൻ്റെ മകൻ്റെ മകനായി ഒരു കൊച്ചു ബാലകൻ മാത്രം അവശേഷിച്ചു. 5 or 6 വയസ്സ് മാത്രം പ്രായമുള്ള, അവനെ കൊല്ലണമോ കൊല്ലണ്ടായോ എന്നൊരു തോന്നൽ വാളുകൊണ്ട് വെട്ടുന്ന വ്യക്തിക്കുണ്ടായതിനാൽ ഇവനെ എന്ത് വേണം എന്നൊരു ചോദ്യം ചോദിച്ചു. ആ രാജ്യത്തുണ്ടായിരുന്ന പ്രായമുള്ളതിൽ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, അവനെ കൊല്ലരുത്, അവനെ വളർത്തണം. രാജ്യത്ത് രാജകുടുംബത്തെ ദ്വേഷിച്ച, ഇനിയും ഒരു രാജകുടുംബം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ ജനങ്ങൾ ഒരുമിച്ച് ആ വയസ്സനെ പിടിക്കട, അവനെ ആദ്യം കൊല്ലണം. എന്തുകൊണ്ട്? രാജകുടുംബത്തോട് ഇന്നും അവന് സ്നേഹമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഒരു മറുപടി പറഞ്ഞു, രാജകുടുംബത്തെ മുഴുവനുമായി നശിപ്പിച്ചാൽ രാജാവിനെ കുറിച്ച് നാം മറന്നുപോകും, രാജാവിനോടുള്ള അവജ്ഞയും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. രാജാവിനോടുള്ള നിന്ദയും അവജ്ഞയും നിലനിർത്തേണ്ടതിന് ഈ കുട്ടിയെ വളർത്തുക. അടുത്ത ചില പദങ്ങൾ ആ കഥയുടെ മൂല സത്യങ്ങളാണ്. ദയവായി ഇത് ശ്രദ്ധിക്കുക. ഈ പട്ടണത്തിലേക്കും വൃത്തികെട്ട, ചൊവ്വെ കുളിക്കാത്ത, നേരത്തിന് കാര്യങ്ങൾ ചെയ്യാത്ത, വേശ്യാവൃത്തിയിൽ ഉപജീവനം കഴിക്കുന്ന, അവരുടെയൊക്കെ ഭാഷയും വേറെയാണ്, ഏറ്റവും മോശമായ ഭാഷ സംസാരിക്കുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ ഈ കുട്ടിയെ ഏൽപ്പിക്കണം. ആ സ്ത്രീ ഈ കുട്ടിയെ വളർത്തണം. അവൻ വളർന്നു വരുമ്പോൾ വേശ്യാസ്ത്രീ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുവാനും ഏറ്റവും മോശമായ ആശയങ്ങൾ കൈകാര്യം ചെയ്യുവാനും രാജാവിൻ്റെ മാന്യതയ്ക്ക് പകരം ഒരു വിഹീനനായ മനുഷ്യൻ്റെ ബലഹീനതകൾ മാത്രം ഇവനിലൂടെ വരുവാനും ഇടയായി തീരും. ഇവനെ രാജ്യം ഭരിക്കാൻ കൊള്ളത്തില്ല, പകരം ഇവൻ ഏറ്റവും വൃത്തികെട്ടവനാകും. പഴയ രാജാവിൻ്റെ കൊച്ചുമകനാണ് ഇവനെന്ന് പറയുമ്പോൾ രാജകുടുംബത്തിന് തീരാത്ത അപമാനം സ്ഥിരമായി തുടരും. അതുകൊണ്ട് ഇവനെ അങ്ങനെ ഒരു സ്ത്രീയെ ഏൽപ്പിച്ച് വളർത്താം. ഇവനെ ധരിപ്പിക്കേണ്ടതിന് ഉപയോഗിക്കുന്ന വസ്ത്രം ആശുപത്രികളിൽ മുറിവ് കെട്ടി ആ കറപിടിച്ച് എറിഞ്ഞു കളയുന്ന തുണിക്കഷണങ്ങൾ ചേർത്ത് തുന്നി അതുകൊണ്ടുള്ള വസ്ത്രങ്ങൾ ഇവനെ ധരിപ്പിക്കണം. അതെല്ലാവർക്കും ശരിയാണെന്ന് തോന്നി രാജകുടുംബത്തോടുള്ള അവജ്ഞ നിലനിർത്തേണ്ടതിന് വേണ്ടി അവനെ അങ്ങനെ വളർത്തുവാൻ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു. ഈ കൊച്ചൻ ഏറെക്കുറെ 10-12 വയസ്സായിട്ടും ഈ സ്ത്രീ ഉപയോഗിക്കുന്ന മോശമായ ഭാഷ അവൻ പറയത്തില്ല. അവൻ്റെ മുടിയുടെ ശൈലി, അവൻ്റെ ജീവിത ശൈലി ഈ സ്ത്രീ പറയുന്നത് പോലെ മാറത്തില്ല. അവൻ മാന്യത സൂക്ഷിച്ചു.
ഒരു ദിവസം ആ സ്ത്രീ അവനെ വല്ലാതെ അടിച്ചുകൊണ്ട് ഇന്ന വാക്കുകൾ പറയുക എന്ന് പറഞ്ഞ് തരം താഴ്ന്ന കുറെ വാക്കുകൾ പറയുവാൻ ആവശ്യപ്പെട്ടു. അന്നവൻ പറഞ്ഞ ഒരു പദം, ഒരു തമിഴ് സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനാണ് ഈ കഥ പറഞ്ഞത്, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. തമിഴിലാണ് അദ്ദേഹം പറഞ്ഞത്. ആ കൊച്ചൻ പറഞ്ഞ വാചകം, ഇല്ല, ഞാൻ രാജാവിൻ്റെ കൊച്ചുമകനാ, രാജരക്തം എൻ്റെ സിരകളിലൂടെ ഓടുന്നതിനാൽ ഈ വാചകങ്ങൾ എനിക്ക് ഉദ്ധരിക്കുവാൻ കഴിയുകയില്ല. ഞാൻ സാധാരണക്കാരനല്ല, രാജരക്തം എൻ്റെ സിരകളിലൂടെ ഓടുകയാൽ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ദൈവപൈതലേ, അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട നാം താണ വാക്കുകൾ എൻ്റെ വാ കൊണ്ട് ഉച്ചരിക്കാതെ, താണ രീതിയിൽ ഇടപെടാതെ ഒരു പ്രത്യേക ജനമെന്നറിഞ്ഞ് ദൈവത്തെ സേവിക്കുവാൻ ഇന്ന് പകൽ ഏൽപ്പിക്കപ്പെടുമോ, നാം അത്ഭുത പ്രകാശത്തിൽ എത്തിയിരിക്കും. അതിനുവേണ്ടി ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോട് ചേർന്ന് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കാം. ഇത് പഴയ നിയമ ഇസ്രായേലിന്റെ അനുഭവമായിരുന്നു, നമ്മുടെ മേൽ എടുത്തു പകരുവാൻ ദൈവത്തിന് തിരിഹിതമായതാണ് എന്ന് കാണിക്കേണ്ടതിനാണ്. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. പിന്നെ നിൽക്കട്ടെ, ഞാനത് ഒന്നുകൂടെ വിശദീകരിക്കാം. വീണ്ടും നമ്മൾ ആ വാക്യം മറിക്കരുത്, അത് വീണ്ടും വായിക്കണം. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ മിസ്രയീമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ജനത്തെ മരുഭൂമിയിലൂടെ വഴി നടത്തുന്നതിന്റെ ഇടയിൽ സ്വർഗത്തിലെ ദൈവം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. മറക്കരുത്, നിങ്ങളെല്ലാവരും അബ്രഹാമിന്റെ കൊച്ചുമക്കളാ, വാഗ്ദത്ത സന്തതികളാണ്. നിങ്ങളെല്ലാവരും ചോരത്തെളിയും പെസഹയും ആചരിച്ചവരാണ്, അഥവാ ക്രിസ്തുവിന്റെ കാൽവരി മരണത്തെ വിശ്വാസത്താൽ മുൻകൂട്ടി അനുഭവിച്ചവരാണ്. അതാണ് ചോരത്തെളിയും പെസഹയും. 3, നിങ്ങളെല്ലാവരും ചെങ്കടലിലൂടെ കടന്നവരാണ്. അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാണെങ്കിലും അത് പൊരുളിൽ സ്നാനത്തെ കുറിക്കുന്നതാണ്. നിങ്ങൾ സ്നാനപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരും മേഘത്തിന്റെ കീഴിൽ മിരിയമിനോട് ചേർന്ന് തപ്പുകൊട്ടി ആരാധിച്ചവരാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈവത്തെ ആരാധിച്ചവരാണ്. പക്ഷെ മറക്കരുത്, ഇനിയും നിങ്ങളുടെ മേലൊരു കടപ്പാടുണ്ട്. ഒന്നുകൂടെ വായിച്ചാട്ടെ, നിങ്ങൾ എന്റെ പ്രമാണങ്ങളെ, കൽപ്പനകളെ, ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ ഈ മുമ്പേ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നതുകൊണ്ട് കൃപയെക്കുറിച്ച് അധികം വർണ്ണിക്കുന്നവരുണ്ട്. മറക്കരുത്, പഴയ നിയമത്തിലും ജനം രക്ഷിക്കപ്പെട്ടത് കൃപയാൽ തന്നെയാ. നാം ക്രിസ്തുവിന്റെ കാൽവരിയെ നടന്നു കഴിഞ്ഞ സംഭവമായി അറിയുമ്പോൾ നടക്കുവാൻ പോകുന്ന ക്രിസ്തുവിന്റെ കാൽവരിയുടെ ഉപമകൾ കണ്ണിന്റെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് പഴയ നിയമം ദൈവത്തെ ആരാധിച്ചത്. അന്നത്തെ വിശുദ്ധന്മാരോട് വിശ്വാസത്താൽ യേശുവിന്റെ കാൽവരിയുടെ ഫലം അനുഭവിച്ചവരോട് പറയുകയാണ്, തീർന്നില്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, സ്നാനപ്പെട്ടത് കൊണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് കൊണ്ട്, മേഘത്തിന്റെ കീഴിൽ ആരാധിച്ചത് കൊണ്ട് മാത്രമായില്ല, മോശയോടും മിരിയാമിനോടും കൂട്ടായ്മ ആചരിച്ചത് കൊണ്ടും തീർന്നില്ല. എന്റെ വാക്ക് നിങ്ങൾ കേൾക്കണം, എന്റെ വഴിയിൽ നിങ്ങൾ നടക്കണം. ഇന്ന് പകൽക്കാലം പറയുമോ, കർത്താവേ, ഈ നന്മകൾ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം, പക്ഷേ അങ്ങയുടെ വാക്ക് ഞങ്ങൾ കേട്ടിരിക്കും, അങ്ങയുടെ വഴിയിൽ ഞങ്ങൾ നടന്നിരിക്കും. വായിച്ചാട്ടെ, നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും. ഇല്ലെങ്കിൽ അബ്രഹാമിന്റെ മക്കളായി ജനിച്ചത് കൊണ്ട് അഹങ്കരിക്കാൻ ഒന്നുമില്ല. അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് മക്കളെ ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവരാജ്യത്തിന് ഫലം കൊടുക്കാത്ത ജാതിയുടെ കയ്യിൽ നിന്ന് ദൈവരാജ്യം തിരികെ എടുത്ത് അതിന് ഫലം കൊടുക്കുന്ന ജാതിയുടെ കയ്യിൽ തരും. നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ നിങ്ങൾ എനിക്ക് ജനമായിരിക്കും. പിന്നെ ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ, ഭൂമി മുഴുവനും എനിക്കുള്ളതല്ലോ. വായിച്ചു 6-ാം വാക്യം വരെ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും എന്ന് പറഞ്ഞു. നിൽക്കട്ടെ, പുതിയ നിയമത്തിൽ വിശുദ്ധ പത്രോസ് ഈ കാര്യങ്ങളെ എടുത്ത് കോട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ മെസ്സേജ് ആരംഭിക്കുന്നത് പുതിയ നിയമത്തിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് വാക്യം വായിച്ചത്. സാധാരണ ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. പുതിയ നിയമത്തിൽ നിന്ന് ഒരാശയം എടുത്തുകൊണ്ട് പഴയ നിയമത്തിൽ നിന്ന് അതിൻ്റെ പശ്ചാത്ഭാഗങ്ങൾ വിശദീകരിച്ച് ഇന്ന് നടക്കുന്ന സംഭവങ്ങളിലൂടെയോ കഴിയുമെങ്കിൽ ശാസ്ത്രത്തിലൂടെയോ അതിൻ്റെ തെളിവുകൾ കൊണ്ടുവന്ന് നമുക്ക് തിരുവചനത്തിൽ വായിച്ച് കാണുന്നത്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നത്, ഇന്ന് നാം അനുഭവിക്കുന്നത് എല്ലാം ഒരേ കാര്യത്തിൻ്റെ വിവിധ വശങ്ങളാണ് എന്ന് സ്ഥാപിക്കുന്നതായിരുന്നു എൻ്റെ പതിവ്. അതിൻ്റെ മുമ്പിൽ ചില തീരുമാനങ്ങൾ എടുക്കുക. ഇന്ന് പകൽ നിങ്ങളൊരു വിശുദ്ധ ജാതിയാണ്, വംശമാണ്, രാജകീയ പുരോഹിതത്വമാണ് എന്ന് പത്രോസ് പറഞ്ഞ പദങ്ങളെ ഇവിടെ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചതാണ്, അതിന്റെ വിശദീകരണമാണ് എന്നൊന്ന് ഓർപ്പിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെട്ടത്. പുറപ്പാട് പുസ്തകം 23:20 നമുക്കൊന്ന് നോക്കാം. 23:20 വായിച്ചാട്ടെ. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഒന്ന് നിൽക്കട്ടെ, മിസ്രയീമിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിറക്കുന്ന ജനത്തോട് കർത്താവ് പറയുകയാണ്,
ഞാൻ നിങ്ങളെ വിളിച്ചിറക്കുമ്പോൾ ഒരു ഉദ്ദേശത്തോടെയാണ് വിളിച്ചത്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന വിളി കേട്ട ദൈവമക്കളെ, കർത്താവിന്റെ വിളിയുടെ അംശികളായി മാറിയവരെ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് വിളിച്ചത്. ഇറങ്ങി വാ, നിനക്ക് എന്തെങ്കിലും ഒരു പണി തരാൻ നോക്കാമെന്ന് പറഞ്ഞല്ല, നിനക്ക് എന്തെങ്കിലും ഒരു സ്ഥാനത്ത് നിന്നെ ആക്കാൻ ശ്രമിക്കാമെന്നും പറഞ്ഞുകൊണ്ടല്ല എന്നെ വിളിച്ചത്. പകരം എൻ്റെ കർത്താവ് എന്നെ വിളിച്ചത്. ഞാൻ ഓർക്കുന്ന ചില കാര്യങ്ങൾ പറയാം. ഞാൻ ഗവൺമെന്റ് സർവീസിന്റെ ഇടയിൽ ചില വർഷങ്ങൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ എനിക്കൊരു ഇന്റർവ്യൂ എടുത്ത ശേഷം എന്നോട് പറഞ്ഞു, നിന്റെ പോസ്റ്റ് ഇന്നതായിരിക്കും, പ്രൊഡക്ഷൻ മാനേജർ മാനുഫാക്ചറിങ് എന്ന പോസ്റ്റിലായിരിക്കും നീ അറിയപ്പെടുന്നത്, നിനക്കിന്നെ ശമ്പളം ഉണ്ടായിരിക്കും ഇന്നത്, നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്നതാണ്, ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണം. എനിക്ക് വളരെ ഡെഫിനറ്റ് അറിയായിരുന്നു എൻ്റെ വിളി എന്താണ്. എനിക്ക് നന്നായി അറിയായിരുന്നു എൻ്റെ തെരഞ്ഞെടുപ്പ് എന്താ. എന്നാൽ ആവോളം എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ഞാൻ ശ്രമിച്ചു. അതുകൊണ്ട് വിജയപ്രദമായി നിന്നു. എൻ്റെ കമ്പനിയുടെ ഓണർ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുക്കനുണ്ട്, അവൻ ആകെപ്പാടെ ഒന്നിനും കൊള്ളുകയില്ല, പഠിക്കാൻ വിട്ടിട്ട് അവൻ പഠിക്കുകയില്ല, അവനെ ഒരു വിവാഹമൊക്കെ കഴിപ്പിച്ചിട്ട് കുടുംബജീവിതം വിജയിക്കുന്നില്ല, അവന് തമിഴ്നാട്ടിൽ നിൽക്കാൻ പ്രയാസമുള്ള ഒരു സാഹചര്യത്തിലായി. അതുകൊണ്ട് ഞാൻ അവനെ ബാംഗ്ലൂരിന് കൊണ്ടുവരുന്നുണ്ട്. നീ അവനെ ഒരു 2-3 മാസം ഒന്ന് നോക്ക്, ഏത് പോസ്റ്റിലേക്ക് ഇവനെ കൊള്ളാമെന്ന്, ഇവനെ ഏതെങ്കിലും ജോലിക്ക് കൊള്ളിക്കാമോ ഒന്ന് ശ്രമിക്ക്. ഒക്കുകയാണെങ്കിൽ അവനെ ഒരു സൂപ്പർവൈസർ ആക്കണമെന്ന് എനിക്കുണ്ട്. കാര്യം എൻ്റെ രക്തത്തിൽ നിന്ന് രക്തമാണവൻ, എൻ്റെ രക്തബന്ധുക്കളിൽ ഒരുവനാണ്. തീരെ ഒക്കുന്നില്ലെങ്കിൽ ഒരു ഓപ്പറേറ്റർ പോസ്റ്റിൽ ഇടാം. ഒടുവിൽ അവനെ സെക്യൂരിറ്റിയായി നിർത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. കൊള്ളുകയില്ലാത്ത ഒരുത്തനെ കൊണ്ടുവന്നു, എന്തെങ്കിലും ഒന്ന് നോക്ക്, എവിടെയെങ്കിലും ഉറയ്ക്കുകയാണെങ്കിൽ ഉറപ്പിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്നതും നിന്നെ ഇന്ന പോസ്റ്റിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതും രണ്ടും രണ്ടാ. ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, വാ, കുറെ നാൾ എന്നെ സേവിക്ക്, എവിടെയെങ്കിലും സെറ്റ് ആകുകയാണെങ്കിൽ അവിടെ സെറ്റ് ചെയ്തേക്കാമെന്നും പറഞ്ഞല്ല പുതിയ നിയമ ദൈവ പൈതലിനെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ എന്നെ വിളിച്ചിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്നും വിളിച്ചത് അത്ഭുത പ്രകാശത്തിലേക്ക്. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കേണ്ടതിന് ഒരു പ്രത്യേക സമ്പത്തും ഒരു പ്രത്യേക ജാതിയും ദൈവത്തിന് ശ്രേഷ്ഠ പുരോഹിതന്മാരും രാജാക്കന്മാരുമാകേണ്ടതിന് വിളിക്കപ്പെട്ട ദൈവ പൈതലേ, നമുക്ക് ആ വഴിയായി നടക്കാം. അതിനാണ് ദൈവം നമ്മെ വിളിച്ചത്. അങ്ങോട്ട് വിളിച്ചിറക്കിയേച്ചു പറഞ്ഞു, നിങ്ങൾ ചോരത്തിൽ ആദരിച്ച് കഴിഞ്ഞു, നിങ്ങൾ പെസഹ ആചരിച്ച് കഴിഞ്ഞു, നിങ്ങൾ ചെങ്കടലിലൂടെ ഇറങ്ങി കയറി കഴിഞ്ഞു, നിങ്ങളെ കാണിച്ച ഇടത്തേക്ക് നിങ്ങൾ പോകുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ അങ്ങ് ചെല്ലത്തില്ല. ആകയാൽ വഴിയിൽ നിങ്ങളെ കാവൽ വരേണ്ടതിന്, വഴി കാണിക്കേണ്ടതിന് ഒരു ദൂതനെ ഞാൻ നിന്റെ മുമ്പേ അയക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി, ഇന്ന് പകൽ വഴി കാണിക്കുന്ന സ്വർഗീയ ദൂതന്മാർ മുൻപിൽ നടന്ന് വഴി കാണിക്കേണ്ടതിന്, ഹല്ലേലൂയ, ദൈവം നമ്മൾക്ക് വേണ്ടി കരുതിയതിനാൽ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. തീരുമാനമെടുക്കുവാൻ കഴിയാതെ, ഏതുവഴി പോകണമെന്ന് അറിയാൻ വയ്യാതെ ഇന്ന് പകൽ പിലാമയുടെ മുമ്പിൽ നിൽക്കുന്നവരെ ഒരു പ്രൊവിഷൻ നിങ്ങൾക്കുണ്ട്, ഒരു പ്രൊവിഷൻ എനിക്കുണ്ട്. വഴി കാണിക്കുന്ന ദൂതൻ. എല്ലാ വാക്യങ്ങളും വായിച്ചു തീർക്കാൻ ഒക്കത്തില്ല. മുൻപിൽ വഴി കാണിക്കുക മാത്രമല്ല, ചിലർ മുൻപിൽ നിൽക്കുന്ന ദൂതനെ കാണാതെ പുറകിലോട്ടായി പോയാൽ ഇതാകുന്നു വഴി, ഇതിലെ നടന്നുകൊള്ളുക എന്നൊരു ശബ്ദം പിന്നിൽ നിന്ന് കേൾപ്പിക്കുമെന്നാണ് എന്റെ കർത്താവ് പറഞ്ഞത്. വഴിപോക്കർ ഭോഷന്മാരാണെങ്കിൽ പോലും വഴി തെറ്റാതെ പോകേണ്ടതിന് ഇതാകുന്നു വഴി, ഇതിലെ നടന്നുകൊള്ളുക എന്ന് പറഞ്ഞ് പിന്നിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഇന്ന് മകൾ ബേഥേലിൽ നിന്ന് ഉയരുന്ന ഈ ശബ്ദം ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ ശ്രദ്ധിക്കുന്നവർ, ഈ സഭയുടെ അംഗങ്ങളാകണമെന്നില്ല. ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനലിൽ എത്തിയതാണ്, കർത്താവ് നിങ്ങളെ എത്തിച്ചതാണ്. വെബ്സൈറ്റിലൂടെ എത്തുന്നവർ, യൂട്യൂബിലൂടെ വരുന്നവർ, വ്യത്യസ്ത മീഡിയകളിലൂടെ വരുന്നവർ, ഇവിടെ നിന്ന് പോകുന്ന വീഡിയോകളിലോ കാസറ്റുകളിലോ കാണുന്നവർ, കേൾക്കുന്നവർ, സീഡികൾ കാണുന്നവർ, മനസ്സിലാക്കുക, നിങ്ങളുടെ പുറകിൽ ഒരു ശബ്ദമുണ്ട്. വഴിപോക്കർ ഭോഷന്മാരാണെങ്കിൽ പോലും, ബേഥേലിന്റെ ഭാഗമല്ലെങ്കിൽ പോലും വഴി തെറ്റാതെ പോകുവാൻ നിങ്ങളെ വിളിച്ച ഉടമസ്ഥൻ, വിളിച്ച ഉടയവൻ നിങ്ങളുടെ പിമ്പിൽ നിന്നൊരു ശബ്ദം കേൾപ്പിക്കുകയാണ്. ഇതാകുന്നു വഴി, ഇതുവഴി പോകാം. ഹല്ലേലൂയ. ഈ വഴിയുടെ ചില പ്രത്യേകതകൾ: ഒന്ന്, തണ്ടുവെച്ച പടക് ഇതുവഴി പോകയില്ല എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുന്ന ചിലർ തണ്ടുവെച്ച പടക്. രണ്ട്, പ്രതാപമുള്ള കപ്പൽ ഇതുവഴി പോകയില്ല. Those who are able to humble themselves, ദൈവം മുമ്പിൽ താഴുവാൻ തയ്യാറുള്ളവർ. അല്ല, താഴാൻ നമുക്ക് എന്താ പ്രയാസം? ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ, മുഴു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, യുഗങ്ങളുടെ പാറയായവൻ, മുഴു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം ഒരൊറ്റ ബിഗ് ബാങ്ങിനാൽ ഇത് മുഴുവനും ഉളവായി വരട്ടെ എന്ന ഒരൊറ്റ ശബ്ദത്താൽ ഇത് മുഴുവനും ഉളവാക്കിയവൻ അവന്റെ മുമ്പിൽ താഴുവാൻ, ഒരു കൊതുകിനെ ഉണ്ടാക്കുവാൻ അറിവില്ലാത്ത ഞാനും നിങ്ങളും എന്തുണ്ട്? ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന ചില ടേംസാ. ഒരു ഉറുമ്പിനെ സ്വയം ഉണ്ടാക്കുവാൻ, ഒരു കൊതുകിനെ സ്വയം ഉണ്ടാക്കുവാൻ അറിയാൻ വയ്യാത്ത ഞാനും നിങ്ങളും നിത്യപിതാവായ ദൈവത്തെ, സകല സൃഷ്ടിയുടെയും യജമാനനായവനെ ഭയപ്പെടാതെ വണ്ണം എന്ത് ചുമ്മാതെ പ്രതാപമുള്ള കപ്പലെന്നും
മുന്നോട്ട് പോകട്ടെ. അഹങ്കരിക്കുവാൻ നമുക്ക് അർഹതയില്ല. അങ്ങനെയുള്ളവർക്ക് ഈ വഴിയെ കൂടെ പോകുവാൻ കഴിയും. ഞാൻ നിന്നെ നടത്തേണ്ടതിന് വഴിയിൽ ഒരു ദൂതനെ കാവലാക്കാൻ പോകുകയാ. ഒരു ദൂതന്റെ മുമ്പിൽ വഴി കാണിക്കാനുണ്ട്. ദൈവത്തിന്റെ വഴിയെ ഞാൻ നടക്കും, ഞാൻ ദൈവത്തിന്റെ വഴി അനുസരിക്കുമെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാം. ഞാൻ പ്രസംഗം പറയുന്നതിനേക്കാൾ വചന ശുശ്രൂഷയായിരിക്കും വലുത്. പ്രസംഗത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല. കാര്യം പ്രസംഗത്തിനകത്ത് വലിയ അർത്ഥമില്ലെന്ന് എനിക്കറിയാം. നല്ലതാണ് തൽക്കാലം കേൾക്കുമ്പോൾ ഒന്ന് ഇളകാൻ, വേണ്ടിയവർക്കൊന്ന് കൈയടിക്കാൻ, വേണേലൊന്ന് ചാടാൻ, പിന്നെ അത് എന്തുവാ നടന്നതെന്ന് മനസ്സിലാക്കാതെ തിരിച്ചു പോകാൻ, പിറ്റേ ദിവസം വന്ന് ഇത് തന്നെ കേൾക്കുവാൻ, പഴയ കാര്യം ആവർത്തിക്കുവാൻ ഒക്കെ കഴിയും. പക്ഷെ ഞാൻ പ്രസംഗത്തെക്കാൾ കൂടുതൽ വചന ശുശ്രൂഷയിൽ വിശ്വസിക്കുന്നു. വചന ശുശ്രൂഷ, ഈ തിരുവചനം ഓരോരുത്തരെ ശുശ്രൂഷിക്കുക. രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യനെ വെച്ചുകെട്ടി ബലപ്പെടുത്തി ആഹാരം കൊടുത്ത് ആശ്വസിപ്പിച്ച് നടക്കുന്നത് പോലെ അതിനെ ശുശ്രൂഷ എന്ന് വിളിക്കും. വചനം നമ്മെ ശുശ്രൂഷിക്കുക. എന്റെ ബലഹീനതകളിൽ താങ്ങുവാൻ, എന്റെ കുറവുകൾ പരിഹരിക്കുവാൻ, എന്റെ മുറിവുകൾ കെട്ടുവാൻ എന്നെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ കർത്താവിന്റെ ദാസൻ എന്ന പദവിയിൽ ഈ വചനം കൊണ്ട് ശുശ്രൂഷിക്കുവാൻ കർത്താവ് വരുന്ന പദവിക്കായി സ്തോത്രം. ഇല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡി എനിക്ക് ഇഷ്ടമാ, ദൈവവചനത്തെ മനസ്സിലാക്കിക്കൊണ്ട് പോകേണ്ടതിന്. ഒരു ഇളക്കപ്പെരുക്കമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു പ്രാവശ്യം കൂടെ ആവർത്തിച്ച് പറയാം. വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ ഒരു ദൂതനെ അയക്കുക. കുഞ്ഞെ കണ്ടിന്യൂ ചെയ്തിട്ടത്. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. ഇസ്രായേലേ, അവനെ ശ്രദ്ധിച്ചോണം. പുതിയ നിയമത്തിൽ ഇത് ബാധകമാണോ? ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ പദവി നമുക്ക് തന്നെന്നാ പറഞ്ഞ. വളരെ സത്യമാ. അത് വേറൊരു അർത്ഥത്തിലാ, വേറൊരു ഏരിയയില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ നിർത്തിയവനെ നീ ശ്രദ്ധിച്ചോണം. ദൂതൻ നിന്റെ മുമ്പിലുണ്ട്, നീ അവനെ ശ്രദ്ധിച്ചോണം. ചില മാതൃകകൾ തരുവാൻ, ചില വഴികളിലൂടെ നടത്തുവാൻ നിന്റെ മുമ്പിൽ പോകുന്ന ദൂതനെ ശ്രദ്ധിച്ചോണം. ശ്രദ്ധിച്ച് വായിച്ചു. അവനോട് വിഘടിക്കരുത്, അവനോട് വിഘടിക്കരുത്. ദൂതന്റെ അടുക്കൽ വിഘടിക്കരുത്. നീ എന്നെക്കാൾ താണതാ, ഞാൻ ദൂതനേക്കാൾ ശ്രേഷ്ഠനാ. ചിലർ പറയാറുണ്ട്, ഞാൻ സഭയേക്കാൾ വലുതാ, ഞാൻ സഭയ്ക്ക് പോലും കീഴടങ്ങത്തില്ല, എൻ്റെ മേൽ അഭിഷേകം കിടക്കുന്നു പോലും. എന്നതാണ് ദൈവത്തിനറിയാം. വിവരക്കേടിന്റെ അഭിഷേകം. ദൈവത്തിന് ഏറ്റവും വലുത് ദൈവത്തിന്റെ തിരുസഭയാ. തൻ്റെ പുത്രനെ പോലും കൊടുത്തത് സഭയ്ക്ക് വേണ്ടിയാ. ദൈവത്തിന്റെ സഭ. ഞാൻ ബഥേൽ എന്ന പദമല്ല ഉപയോഗിച്ചത്, ദൈവസഭ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ സഭ ദൈവത്തിന് ഏറ്റവും വിലയേറിയതാണ്. ആ ദൈവത്തിന്റെ സഭയിൽ എന്നെയും നിങ്ങളെയും ചേർത്ത് പണതു. പക്ഷെ സഭയോട് പറയുകയാണ്, പഴയ നിയമ സഭയോട് പറയുക, എൻ്റെ ദൂതനോട് വിഘടിക്കരുത്, അവൻ ക്ഷമിക്കയില്ല. അവനോട് വിഘടിച്ചാൽ ക്ഷമിക്കയില്ല. ഇന്ന് പകൽ എത്ര പേർ പറയും, ഞാൻ ദൈവിക നടത്തിപ്പിൽ പൊക്കോളാം? അത് പറയുന്നവരുടെ കൈ ഞാനൊന്ന് കണ്ടോട്ടെ. ഞാൻ ദൈവിക നടത്തിപ്പിൽ പൊക്കോളാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഞാൻ ദൈവിക നടത്തിപ്പിൽ പൊക്കോളാം. ഇന്ന് പകൽ ദൈവം മുമ്പിൽ തീരുമാനമെടുക്കാം. അവനോട് വിഘടിക്കരുത്, അവൻ ക്ഷമിക്കയില്ല. നിങ്ങൾ അങ്ങനെ പോകുമെങ്കിൽ, ഞാൻ അവിടെ നിന്ന് ചാടാൻ പോകുക. നിങ്ങൾ അങ്ങനെ പോകുമെങ്കിൽ 23:25 വായിക്കുന്നില്ല, കുറെ വാക്യങ്ങൾ വായിക്കാതെ വിടാൻ പോകുക. 23-ാം അധ്യായം 25-ാം വാക്യത്തിൽ പുറപ്പാട് പുസ്തകം, ഞാൻ നിന്റെ അപ്പത്തെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ വെള്ളത്തെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം എന്നോട് ഇടപെട്ടത് കൊണ്ടാണ് ഒരു പ്രാവശ്യം കൂടി ഇന്നിങ്ങോട്ട് തിരിച്ചു വന്നത്. കർത്താവ് പറഞ്ഞു, നീ തിന്നുന്ന അപ്പം എല്ലാവരും തിന്നുന്ന പോലെയല്ല, ഞാൻ അതിനെ അനുഗ്രഹിച്ചു തരും. ലോകത്തിലെല്ലാവരും അപ്പം തിന്നും, പക്ഷെ നീ തിന്നുന്ന അപ്പം എല്ലാവരും തിന്നുന്ന പോലെയല്ല, ഞാൻ അതിനെ അനുഗ്രഹിച്ചു തരും. ഇന്ന് പകൽ എൻ്റെ ദൈവം അനുഗ്രഹിച്ചു തരുന്ന അപ്പത്തിനായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാ. ചില കൊച്ചു കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാൻ മടി കാണിക്കുമ്പോൾ അമ്മയെ കുഞ്ഞിനെ പിടിച്ച് മടിയിലോട്ട് ഇരുത്തി 2 ഉമ്മയൊക്കെ കൊടുത്ത ശേഷം അമ്മയുടെ കൈ കൊണ്ടൊരു അപ്പം നുറുക്കി കുഞ്ഞിന്റെ വായിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ നിറച്ച് തിന്നുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തിന്നതാ, പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ തീറ്റിയതാ, എൻ്റെ ഭാര്യ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഞാനും ഇത് അനുഭവിക്കുന്നവരാ. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിന് പറയാനുണ്ട്, എല്ലാവരും കിട്ടിയപ്പം തിന്നുകൊണ്ട് പോകുമ്പോൾ എൻ്റെ കുഞ്ഞിനെ അങ്ങനെയല്ല, അമ്മ ലാളിക്കുന്നത് പോലെ എൻ്റെ മടിയിലിരുത്തി ലാളിച്ച്, ഹല്ലേലൂയ, ഞാൻ നിനക്ക് അപ്പത്തെ തരുന്നത് അനുഗ്രഹിച്ച അപ്പത്തെ തരികയാ. കുഞ്ഞിന്റെ പല്ലിന്റെ അളവനുസരിച്ച്, കുഞ്ഞിന്റെ പ്രായത്തിന്റെ അളവനുസരിച്ച് അതിന് ദഹിക്കുന്നത് പോലെ കൈകൊണ്ട് പതുക്കേണ്ട അപ്പം കൈകൊണ്ട് പതുക്കിയും, പതുക്കരുതാത്ത അപ്പം പതുക്കാതെയും കുഞ്ഞിന്റെ വായിലേക്ക് എടുത്തു കൊടുക്കുന്നത് പോലെ, ദൈവമേ, ഇന്ന് എനിക്ക് തരുന്ന അപ്പത്തിനായി നന്ദി, വാഴ്ത്തി തരുന്നതിനായി സ്തോത്രം. ഞാൻ നിന്റെ അപ്പത്തെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ വെള്ളത്തെ ഞാൻ അനുഗ്രഹിക്കും. ആ ചൂട് കുടിക്കാൻ കഴിയാത്ത കുഞ്ഞിന് അമ്മ ഊതി ആറിച്ചു കൊടുക്കുന്നത് പോലെ ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഈ സമയം എൻ്റെ യേശുവും നമ്മളുമായി, ദൈവവും നമ്മളുമായി ഉണ്ടെന്ന് മറക്കരുത്. ഊതി ആറിച്ചു തരുന്നത് പോലെ ഞാൻ നിന്റെ വെള്ളത്തെ അനുഗ്രഹിച്ച് അങ്ങോട്ട് തരികയാ. ഹല്ലേലൂയ. ഈ വെള്ളം നീ കഴിക്കുമെങ്കിൽ, ഈ വെള്ളം നീ കുടിക്കുമെങ്കിൽ, ഈ അപ്പം നീ തിന്നുമെങ്കിൽ നീ രോഗിയാകയില്ല. ഹല്ലേലൂയ. ബലഹീനത വരികയില്ല.
ഞാൻ പറഞ്ഞ ആരുടെയും ശരീരത്തിൽ രോഗം ഉണ്ടാകത്തില്ലെന്നല്ല, എന്റെ ശരീരത്തിൽ ഗൗരവമായ രോഗം വന്നതാ, കൂടെ കൂടെ ആവർത്തിക്കുക. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് തുടർന്ന് വിശദീകരിച്ചോളാം. ഞാൻ നിന്നെ ആരോഗ്യം തരുന്ന ദൈവമാ. ആത്മീക ആരോഗ്യം, ശാരീരിക ആരോഗ്യം, സാമൂഹികമായ ആരോഗ്യം തന്ന് നടത്തുന്ന ദൈവകൃപയ്ക്കായി തളർന്നു കിടക്കുന്ന ചിലതിനെ ശാരീരികമായി ബലപ്പെടുത്തുവാൻ, സമൂഹത്തിന്റെ താഴത്തെ എട്ടത്ത് പോയ ചിലതിനെ കൈപിടിച്ച് പൊക്കി ഉയർത്തുവാൻ ബലപ്പെടുത്തുന്ന ദൈവം നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നിന്റെ നാട്ടിൽ മച്ചു ഉണ്ടാകയില്ല, നിന്റെ നാട്ടിൽ ഗർഭം അലസുന്നവൾ ഉണ്ടാകയില്ല. അതിനോട് ചേർന്ന് പറയുകയാണ്, ആയുസ് തികയാത്തവൻ നിന്റെ ഇടയിൽ ഉണ്ടാകയില്ല. ഞാൻ തീരുമാനിച്ച് ആയുസ് നീ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഇടയ്ക്ക് രോഗമുണ്ടായാൽ അവിടെ കൊണ്ട് വീഴുകയില്ല എന്ന്. ആയുസ് തികയാത്തവൻ കാണുകയില്ല, മച്ചി നിന്റെ കൂട്ടത്തിൽ ഉണ്ടാകയില്ല. നോൺ പ്രൊഡക്റ്റീവായ ഒരാള് ഞാൻ പ്രൊഡക്റ്റീവ് അല്ല, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇന്ന് പകൽ പറയുന്നെങ്കിൽ ഡെസ്റ്റിനി തിരുത്തി കുറിക്കുവാൻ, ചരിത്രം തിരുത്തി കുറിക്കുവാൻ ഇന്ന് പകൽ കർത്താവ് കൃപ ചെയ്യട്ടെ. ചരിത്രം തിരുത്തി കുറിക്കുക എന്ന പദത്തിലേക്ക് ഞാൻ വരുമ്പോൾ ഒരാശയം കൂടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പണ്ട് കാലത്ത് കർത്താവിനോട് ഇടപെട്ടതാ, ബിഥേലി പറഞ്ഞിട്ടുള്ളതാ. സാധാരണ ആളുകൾ ഒരു ദൈവിക വാഗ്ദത്തം ലഭിച്ചാൽ അതിന് തെളിവുകൾ ചരിത്രത്തിലുണ്ടോ എന്ന് നോക്കും. വഴിയെ പോകുന്ന ഒരുത്തനെ പിടിച്ച് നിന്നെ രാജാവാക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ ഉണ്ട്, ചരിത്രത്തിൽ അങ്ങനെയുണ്ട്. പക്ഷെ ദൈവത്തിന് ആവശ്യം ചരിത്രത്തിൽ കണ്ട് വിശ്വസിക്കുന്നവനെ അല്ല, ചരിത്രം തിരുത്താൻ വരുന്നവരെയാ. ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത ചിലത് തിരുത്തി കുറിക്കാനാണ് എന്നെയുള്ള വിളി. എൻ്റെ മേലുള്ള വിളി അതാ. അബ്രഹാമേ, 100 വയസ്സുള്ളവന് മക്കളുണ്ടായി കേട്ടിട്ടുണ്ടോ? സാറ 90 വയസ്സായ മച്ചിക്ക് മക്കളുണ്ടായി കേട്ടിട്ടുണ്ടോ? ചരിത്രം കൊണ്ട് വിശ്വസിക്കുവാൻ ഒന്നുമില്ല. പക്ഷെ എന്നെ വിശ്വസിക്ക്, ഞാൻ ചരിത്രത്തിനപ്പുറത്താ. ചരിത്രം തിരുത്തുന്നവരാക്കാൻ ഞാൻ നിങ്ങളെ മാറ്റാൻ പോകുകയാണ്. നിങ്ങളിൽ മച്ചു ഉണ്ടാകയില്ല. ഐ വിൽ നെവർ ബി നോൺ പ്രൊഡക്റ്റീവ്. ഇന്ന് പകൽ നോൺ പ്രൊഡക്റ്റീവ് എന്ന് തോന്നുന്നവര് ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ, വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനുകളിൽ, സ്വന്തം ബിസിനസ്സുകളിൽ, ജോലി സ്ഥാപനങ്ങളിൽ നോൺ പ്രൊഡക്റ്റീവ് ആണെന്ന് സുവിശേഷകന്മാരെ എന്റെ കയ്യിൽ ഒരു ആത്മാവിന് ലഭിക്കുന്നില്ല. ഞാൻ നോൺ പ്രൊഡക്റ്റീവ് ആണെന്ന് പറയുന്നവരെ ഇന്ന് പകൽ തിരുത്തി കുറിക്കേണ്ടതിന് ഒരു മച്ചു നിന്നിൽ ഉണ്ടാകയില്ല. ഹല്ലേലൂയ. 2, ഗർഭമലസിപ്പോകുന്നവൾ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇത് തൊട്ടു. ഗർഭമലസിപ്പോകുക, ഒരു കുഞ്ഞ് ജനിക്കുമെന്ന ചിന്തയോടെ ത്യാഗം സഹിച്ചു, ബുദ്ധിമുട്ടുകൾ സഹിച്ചു. സമയത്തിന് കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നമേ എതിലേ പോയി ഇന്ന് കണ്ടില്ല. ഞങ്ങൾ നോവ് കെട്ടി പ്രസവിച്ചത് കാറ്റിനേത്രേ. ഇതുവരെ കാറ്റ് പ്രസവിച്ചവരെ കഴിഞ്ഞ ചരിത്രം ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിന് ചിലതിനെ തിരുത്തി കുറിക്കുക, ചില അനുഭവങ്ങൾ തിരുത്തുക എന്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. മച്ചിയും ഉണ്ട്, ഗർഭമലസുന്നവളും നിന്നിൽ കാണുകയില്ല. കാരണം എന്നാന്നറിയാമോ? അബ്രഹാമിന്റെ സന്തതി, വിളിക്കപ്പെട്ട ജനം, എന്റെ സ്വന്തം ജനം, ഞാൻ കൊണ്ടുപോകുന്നവര്, എനിക്കൊരു പർപ്പസ് ഉണ്ട്. അന്ധകാരത്തിൽ നിന്ന് വിളിച്ചത്, അടിമത്തത്തിൽ നിന്ന് വിളിച്ചത് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുപോകാനാ. വിളിച്ചവന്റെ സൽഗുണങ്ങൾ ഘോഷിക്കാനാണ് ആക്കിയതെങ്കിൽ അതിനാവശ്യമുള്ള സാക്ഷിയിൻ വാചകങ്ങൾ തരും, അനുഭവങ്ങൾ തരും. ആയുസ് തികയാത്തവൻ കാണുകയില്ല. 23-ന്റെ 28-ാം വാക്യത്തിൽ ശത്രുവിന്റെ മേൽ ഞാൻ നിനക്ക് ജയം തരും. അതിന് എന്താ മെതേഡെന്ന് നീ അന്വേഷിക്കണ്ട, ഞാൻ കടന്നലിനെ അയച്ചോളാം. എന്തുവാ ഈ പറയുന്നേ? ഒരു യുദ്ധത്തിൽ പീരങ്കിയുമായി വരുന്ന ശത്രുവിന്റെ നേരെയും നേരെ കയറി ചെല്ലാൻ മടിക്കാത്ത ഒരു കൂട്ടമാണ് കടന്നൽ. ഈ പുള്ളിയെ ഒന്നും ചെയ്യാൻ ഒരു പീരങ്കിക്കും കഴിയത്തില്ല. ഒരു തേനീച്ചയെ എതിർക്കുവാൻ ഒരു വാളിനും കഴിയത്തില്ല. മാറ്റം ബോംബില്ല, ഒരു വാളിനും കഴിയുകയില്ല. ഞാൻ കടന്നലിനെ അയച്ച് യുദ്ധം ചെയ്തോളാം. ഇന്ന് പകൽ അസാമാന്യമായ ചിലതിനെ തോൽപ്പിച്ച് കാൽക്കീഴാക്കേണ്ടതിന് നിസ്സാരമായ വേറെ ചിലതിനെ ഉപയോഗിക്കുന്ന ദൈവത്തിന് സ്തോത്രം. വൻപന്മാരെ തോൽപ്പിക്കേണ്ടതിന് നിസ്സാരന്മാരെ ഉപയോഗിക്കുന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ, നോൺ പ്രൊഡക്റ്റീവ് എന്ന് ലോകം നിന്നെ മുദ്ര കുത്തിയെങ്കിൽ അതങ്ങ് കഴിഞ്ഞ ലോകമേ. ഞാൻ ദൈവമൈതലാകയാൽ ഞാനത് റിയലൈസ് ചെയ്യുന്നതിനാൽ ഐ ഹാവ് എ ചേഞ്ച്. ഹല്ലേലൂയ. ഞാൻ കടന്നലിനെ അയച്ച് യുദ്ധം ചെയ്തോളാം. 19-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നില്ല, കഴുകന്മാരുടെ ചിറകിന്റെ മേൽ ഞാൻ നിന്നെ കൊണ്ടുവന്നു. പകരം നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള, നീ പണ്ട് പാർത്തിരുന്ന, ആരെ ആശ്രയിച്ച് ജീവിച്ചിരുന്നോ ആ ജനം മിസ്രയീമ്യരുണ്ടല്ലോ, അവരെ ഞാൻ ന്യായം വിധിച്ചതും എൻ്റെ പീഡകൾ അവരുടെ മേൽ അയച്ചതും നിങ്ങൾ കണ്ടതാണ്. കഴുകന്മാരുടെ ചിറകിന്റെ മേൽ ഞാൻ നിങ്ങളെ ഇവിടം വരെ കൊണ്ടുവന്നതാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം പരിപാലിച്ച ചില വഴികളെ കുറിച്ച്. ഞാൻ എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ കഥ പറയുന്നത്?
പഴയ നിയമത്തിലെ ഒരു ജനമുണ്ടായിരുന്നു, പുതിയ നിയമത്തിൽ നാം ആണ് അവരെ റീപ്ലേസ് ചെയ്തത്. പഴയ നിയമത്തിന്റെ അനുഭവങ്ങൾ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് സാധനപാഠമാകേണ്ടതിന്, നമ്മുടെ വിശ്വാസത്തിൽ ഉറയ്ക്കേണ്ടതിന്, നമ്മെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കേണ്ടതിന്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിർത്തി തന്നത് നാം അത് അറിഞ്ഞ് മനസ്സിലാക്കി വിശ്വാസത്തിൽ മുന്നേറേണ്ടതിനാണ്. അങ്ങനെയാണെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് പകൽ ഞാനിവിടെ സംസാരിക്കുമ്പോൾ തന്നെ ലീഡർഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ലീഡേഴ്സിന് വേണ്ടി ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകത്തെ ബേസ് ചെയ്ത് എന്തോ ദൈവം തിരഞ്ഞെടുത്ത മോശ എന്തുവായിരുന്നു, അതോ മോശ സംതിങ് ഓൺ ലീഡർഷിപ്പ്. മോശയുടെ പേരില്ല, പുസ്തകത്തിൻ്റെ പേര് ഞാൻ തന്നെ ഓർക്കുന്നില്ല, സോറി. ദൈവപുരുഷനായ മോശ പുസ്തകത്തിൻ്റെ കോപ്പികൾ ഇവിടെ ഉണ്ടായിരിക്കണം. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങാം. ഇറ്റ്സ് നോട്ട് എ കോസ്റ്റ്ലി ബിസിനസ്. അതേ സമയത്ത് തന്നെ ഞാനൊരു ബിസിനസ്സിന് വേണ്ടി, ബുക്കിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടി പറഞ്ഞതല്ല. ആ പുറപ്പാട് പുസ്തകത്തെക്കുറിച്ച് ഒരു അല്പം കൂടുതൽ അറിയണമെങ്കിൽ, മോശയും ജനവും എങ്ങനെ നയിക്കപ്പെട്ടു നടത്തപ്പെട്ടു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ചാൻസ് ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തൻ്റെ മോശയും കൊണ്ട് വിളിച്ചേച്ച് പറഞ്ഞു, മോശേ, നീ പോയി ഫറോ രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറ, എൻ്റെ ദൈവം നിന്നെപ്പോലെ അല്ല. ഫറവോൻ ലോകത്തിലെ ദൈവമാണെന്ന് പറഞ്ഞ് നിൽക്കുക. നീ സേവിക്കുന്ന ശക്തികൾ പലതുണ്ട് താനും, എന്നാൽ ഞാൻ സേവിക്കുന്ന ഒരു ഏക സത്യ ദൈവമുണ്ട്, നിന്നെപ്പോലെ അല്ല. നിന്റെ നാട്ടിലോട്ട് ഞാൻ നായിച്ച അഴിച്ചു വിടാൻ പോവാ. നിന്റെ ഇടയിലാണ് ഗോശൻ ദേശത്ത് എൻ്റെ ജനം പാർക്കുന്നത്. പക്ഷെ ശ്രദ്ധിച്ചോണം, ഗോശൻ ദേശത്തിൻ്റെ വട്ടത്തിൽ ഞാൻ വേലി കെട്ടും, നായിച്ച അതിനകത്ത് കയറുകയില്ല. കാണത്തക്ക യാതൊന്നുമില്ല. ഇന്ന് പകലക്കാര്യം പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കാണത്തക്ക യാതൊരു വേലിയും ഇല്ലെങ്കിലും തൊട്ടയൽവക്കത്ത് വരെ വ്യാപരിച്ചു വന്ന ചില വലിയ പകർച്ചവ്യാധികൾ എൻ്റെ വീട്ടിലോട്ട് കയറാതെ വേലി കെട്ടി നിർത്തുന്നവനായ ഒരു ദൈവം. കുഞ്ഞുങ്ങളുടെ ഇടയിലെ ദുസ്വഭാവം അടുത്ത കുട്ടിയെ ഇത് ബാധിച്ചെങ്കിലും, അടുത്ത കുടുംബത്തിൽ ഇത് കയറിയെങ്കിലും എൻ്റെ വീട് തൊടുകയില്ല. എൻ്റെ നാട്ടിലോട്ട് നായിച്ച കയറാതെ എൻ്റെ നാടിനെ സൂക്ഷിക്കുന്നവനായ ദൈവം. ഞാൻ നായിച്ചയെ എൻ്റെ ജനത്തിൽ കയറാതെ സൂക്ഷിക്കും. അത് എൻ്റെ പ്രത്യേകതയാണ്. സ്തോത്രം. കൂടുതൽ വാചകങ്ങൾ പറയാൻ നമുക്ക് സമയം കിട്ടത്തില്ല. നായിച്ച എൻ്റെ ജനത്തെ തൊടാതെ എൻ്റെ ജനത്തെ ഞാൻ വേർതിരിക്കും. 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നിന്റെ മൃഗങ്ങൾ മുഴുവനും പകർച്ചവ്യാധികളാൽ മരിക്കും. നീ നോയിക്കോണം, എബ്രായന്റെ ഒരൊറ്റ മൃഗം മരിക്കയില്ല. നിന്റെ ഒട്ടകങ്ങൾ, കഴുതകൾ, ആടുകൾ, കാളകൾ ഇതൊക്കെയും ഓരോ ദുർവ്യാധി പിടിച്ച് മരിക്കാൻ പോകുകയാണ്. ഞാൻ നിന്റെ മൃഗസമ്പത്തിന്റെ മേൽ എൻ്റെ കൈ നീട്ടാൻ പോകുകയാണ്. ഗോഡ് ഓഫ് യുവർ കാറ്റിൽ ഞാൻ ആ ശക്തിയെ ന്യായം വിധിക്കാൻ പോകുകയാണ്. പക്ഷെ എൻ്റെ ജനത്തിന്റെ കന്നുകാലികളെ നോയിക്കോണം, തൊടത്തില്ല. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന വിളി ഇതാണെന്ന് മറക്കരുത്. 9-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ കൽമഴ ദേശത്തെ ഫലവൃക്ഷങ്ങൾ മുഴുവനും നശിപ്പിക്കും, മിച്ചം വന്ന കന്നുകാലികളെ കൊല്ലും. പക്ഷെ ഗോശൻ ദേശത്ത് എൻ്റെ ജനം പാർക്കുന്ന ഇടത്തേക്ക് നോയിക്കോണം, അവിടെ കൽമഴ പെയ്യത്തില്ല. പ്രകൃതിയോട് ഞാൻ കൽപ്പിക്കാൻ പോകുകയാണ്. 11-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ എൻ്റെ ജനം നിന്റെ നടുവിലൂടെ പോകും, ഒരു നായ അവർക്കെതിരെ വായനക്കത്തില്ല. ഇന്ന് മകൾ ചിലത് ചെയ്യുവാൻ കഴിയുന്നവനായ ഒരു ദൈവം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്കെതിരെ നാവനക്കുവാൻ ഒരു പട്ടിയെ സമ്മതിക്കാത്ത, ഒരു നായയെ സമ്മതിക്കാത്ത എൻ്റെ ദൈവമേ, ഫറവോനെ മിണ്ടടക്കിക്കൊണ്ട്, ഫറവോനെ മിണ്ടടക്കിക്കൊണ്ട്, എൻ്റെ ബോസിനെ മിണ്ടാതാക്കിക്കൊണ്ട്, എൻ്റെ സഹപ്രവർത്തകരെ മിണ്ടാതാക്കിക്കൊണ്ട്, എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവനെ മിണ്ടാതാക്കിക്കൊണ്ട് എന്നെ സംരക്ഷിക്കുവാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഞാൻ എന്നെ തെറിയ. കാരണം ഞാനോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താകയാൽ എന്നെ തൊടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 11-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ മിസ്രയീമിനെ സഹായിച്ചു പോന്ന ഒരുപാട് കുട്ടിശക്തികളുണ്ട്. അവരുടെ ദേവന്മാരെ ഞാൻ ന്യായം വിധിക്കും. God of their cattle, God of their vegetation, God of their field, God of their waters. ഇങ്ങനെ ജലദേവത, മൃഗദേവതകൾ, ഒരുപാടിനം ദേവതകൾ ഉണ്ട്. ഇതിൽ ഓരോന്നിനും ഞാൻ ന്യായം വിധിക്കാൻ പോകുകയാ. പക്ഷെ ഈ ദേവതകൾ ദൈവ സാന്നിധ്യം കാണുമ്പോൾ, എന്റെ മീതെ വെട്ടിത്തിളങ്ങുന്ന ദൈവിക തേജസ് കാണുമ്പോൾ ഭയം ഓടുന്നത് കാണാം. ഇന്ന് പകൽ ദൈവമൈതലേ, നിങ്ങൾക്കെതിരെ എയിം ചെയ്തുകൊണ്ട് അയക്കപ്പെട്ട വ്യാപാരങ്ങള്, വ്യാപാര ശക്തികള്, ആഭിചാര ശക്തികള് യേശുവിന്റെ നാമത്തില് പിന്മാറേണ്ടതിന് അയക്കപ്പെട്ട രോഗശക്തികള്,
അയക്കപ്പെട്ട രോഗാണുക്കള്, എഴുതുവിടുന്ന തീയമ്പുകള് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കീഴടങ്ങുക. യേശുവിന്റെ നാമത്തിൽ ഈ വചനം ചിലതിനെ ശുശ്രൂഷിക്കട്ടെ. ഇവിടെയെല്ലാം നമ്മൾ വാക്യം വായിക്കാൻ നോക്കിയാൽ ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. അതുകൊണ്ട് ഞാൻ അല്പം മുന്നോട്ട് പോകുക. 12-ാമത്തെ അധ്യായത്തിൽ, എല്ലാം പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് 12-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ, രക്തമടയാളം കാണുന്ന വീട്ടിൽ നിന്ന് സംഹാരദൂതൻ മാറും. ഹല്ലേലൂയ. ആർക്കും ജയിക്കാനൊക്കാത്ത ഒന്നാണ് സംഹാരദൂതൻ, മരണദൂതൻ. ഒടുവിലത്തെ ശക്തിയായി, ശത്രുവായി മരണം നീങ്ങിപ്പോകുന്നത് വരെ ഓരോ ശക്തികളുണ്ട്. മരണം ഒരു ഭയങ്കര ശക്തിയാ. എന്നാൽ ഒരു ഉദ്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഇന്നിതിനകത്തുള്ളതിൽ ഒരെണ്ണം ചാകാതെ, ഈ വിളി കേട്ടതിൽ ഒരെണ്ണം ചാകാതെ ചെങ്കടൽ കടന്നു കിട്ടേണ്ടതിനായി നിങ്ങളുടെ കട്ടളക്കാലും രണ്ടിന്മേലും കുറുമ്പടി മേലും എന്റെ രക്തം പുരട്ട്, കുഞ്ഞാടിന്റെ രക്തം പുരട്ട്. കാൽവറിയെ വിശ്വാസത്താൽ അനുഭവിച്ച ദൈവത്തിന്റെ പൈതലെ, തക്ക സമയം വരെ ഒരു മരണദൂതനകത്ത് കയറാതെ ഞാൻ കാവലായിരിക്കും. കാവലായ ദൈവം, ഇസ്രായേലിന്റെ പരിപാലകൻ. ഹല്ലേലൂയ. രാത്രിയിലൊക്കെ പ്രായമുള്ളവർ ഉണർന്നിരുന്നാലും കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ സാധ്യതയുണ്ട്. അമ്മയുടെ മടിയിലോ അപ്പൻ്റെ തോളിലോ എങ്കിലും കിടന്നുറങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷെ ഉറങ്ങാത്ത ഒരുവനുണ്ട്, ഇസ്രായേലിന്റെ പരിപാലകൻ. എന്റെ കാവല മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. ആകയാൽ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നിനക്ക് ഭയപ്പെടാനില്ല, എനിക്ക് ഭയപ്പെടാനില്ല. നേരത്തെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാ. കഴിഞ്ഞ 2 വർഷമായി ഞാൻ ആ പാറ്റേണിൽ നിന്ന് മാറി. ഞാൻ പറഞ്ഞു, ഇമ്മീഡിയറ്റ് ഇൻസിഡൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. അതെല്ലാവർക്കും പ്രയോജനമായി, എനിക്ക് വളരെ പ്രയോജനമായി, ജനലക്ഷങ്ങൾക്ക് ലോകവ്യാപകമായി അത് പ്രയോജനമായി. പക്ഷെ പഴയ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ചോട്ടെ. ഒരു ദൈവവചന പദം നിങ്ങളോട് ഇടപെട്ടാൽ, അത് മനസ്സിൽ കൊണ്ടുവന്ന് തോന്നിയാൽ, അത് ദൈവം ഇടപെടുകയാണെന്ന് മനസ്സിലാക്കിയാൽ ഒരു ഹല്ലേലൂയ പറഞ്ഞ് നിർത്തരുത്. ആ വാക്യം ആവർത്തിച്ച് പറഞ്ഞോണം. ആ വാക്യം ആവർത്തിച്ചോണം. കാര്യം ദൈവവചനത്തിൽ ജീവനുണ്ട്, ആ വാക്കിൽ ജീവനുണ്ട്. ദൈവത്തിൻ്റെ വചനമായത്, ആ വാക്കിൽ ജീവനുണ്ട്. സ്തോത്രം പറയുന്നത് ഞാനത് അംഗീകരിച്ചു എന്ന് പറയുക, ആമേൻ പറയുന്നത് അങ്ങനെ തന്നെ എന്നാ പറയുന്നത്. ഇതിനേക്കാൾ എല്ലാം വലുതാണ് ആ വാക്കും ആവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. വിശ്വസിക്കുന്നവരാണ്, എന്റെ പരിപാലകൻ മയങ്ങുകയില്ല, എന്റെ പരിപാലകൻ ഉറങ്ങുകയില്ല. ആകയാൽ പകൽ സഞ്ചരിക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് സംഹരിക്കുന്ന സംഹാരകനെയും ഞാൻ ഭയപ്പെടുകയില്ല. എന്റെ വശത്ത് 1000 പേരും എന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴുമെങ്കിലും അത് എന്നോട് അടുത്തു വരികയില്ല. കാരണം ഞാനൊരു പ്രത്യേക ജാതിയാ, ഞാൻ പ്രത്യേക സമ്പത്താ. പിശാചേ, നിനക്കറിയാമോ ഞാൻ ആള് വേറെയാ. ഹല്ലേലൂയ. ഞാൻ രാജകുടുംബത്തിലെയാ. മുന്നോട്ട് പൊക്കോട്ടെ. രക്തമടയാളം കാണുന്ന ഭവനങ്ങളിൽ സംഹാരകൻ കയറത്തില്ല. മരണശക്തിക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയാത്ത, മരണദൂതന് കയറാൻ കഴിയാത്ത വലിയ ദൈവിക കാവൽ. ഒരു തുള്ളി ആട്ടിൻ ചോരയ്ക്കകത്ത് എന്തോടോ ഇരിക്കുന്നത്. ആട്ടിൻ ചോരയാ നീ കണ്ടത്, പക്ഷെ ഞാൻ കാണുന്നത് അത് പ്രതിനിധീകരിക്കുന്ന യേശുവിന്റെ രക്തമാ. ഹല്ലേലൂയ. ആട്ടിൻ ചോരയാ നീ കണ്ടത്, പക്ഷെ ഞാൻ കാണുന്നത് അത് പ്രതിനിധീകരിക്കുന്ന കാൽവരിയിൽ ചിന്തപ്പെട്ട രക്തമാ. ഇന്ന് പകല രക്തം ചിലതിന്റെ നെറ്റിമേലും, ഇന്ന് പകല രക്തം ചിലതിന്റെ കട്ടളക്കാലിന്റെ മേൽ, ചിലതിന്റെ ഓഫീസിലും, ചിലതിന്റെ പഠന സ്ഥാനങ്ങളിൽ, ചിലതിന്റെ പഠിക്കുന്ന പുസ്തകങ്ങളിൽ. ഹല്ലേലൂയ. അർമിയ സഖി അജയ് റഗാസിയ ഉലേ മർത്തകാസി മന്ദാസിയാര. ഹല്ലേലൂയ. ചില ആഭിചാരങ്ങൾ കൊണ്ടുവയ്ക്കപ്പെട്ട അലമാരികൾക്കകത്ത്, പെട്ടികളുടെ അകത്ത്, കുഞ്ഞുങ്ങളുടെ പുസ്തകങ്ങൾക്കകത്ത് ഇന്ന് പകൽ യേശുവിന്റെ രക്തം, ഇന്ന് പകൽ യേശുവിന്റെ രക്തം, യേശുവിൻ രക്തം. ഹല്ലേലൂയ. ഇന്ന് പോലെ രക്തം തളിക്കപ്പെടട്ടെ. ഈ ജനം വിമോചനത്തിലാകട്ടെ. എന്റെ ജനം വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ജനം വിടുവിക്കപ്പെടട്ടെ. അടുത്തൊരു വാക്യം നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16:18 വാക്യം വായിക്കാം. മർക്കോസ് 16:18.
സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ആ. മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. ചേട്ടാ, ഇങ്ങോട്ട് വന്നപ്പോ കർത്താവ് പുതിയ നിയമത്തിലോട്ട് കയറിയപ്പോൾ തന്റെ കൽപ്പനകൾ ലഘൂകരിക്കുകയല്ല, വാഗ്ദത്തങ്ങൾ ലഘൂകരിക്കുകയല്ല. പഴയ നിയമത്തിൽ പറഞ്ഞു, അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കിയാൽ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. എല്ലാവർക്കും കാണത്തക്കവണ്ണം ക്യാമ്പിന്റെ നടുവിൽ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉയർത്തുക. ആ പിച്ചള സർപ്പത്തെ ഉയർത്തിയാൽ അതിനെ നോക്കുന്നവനൊക്കെയും രക്ഷ പ്രാപിക്കും. ഒടുവിൽ യേശു പറഞ്ഞു, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി. അതെന്തായിരുന്നറിയാമോ? അത് ഞാനാ. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഒരു തൂണിന്റെ മേൽ ഉയർത്തേണ്ടതാണ്, ക്രൂശിന്റെ മേൽ ഉയർത്തേണ്ടതാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. ആ പിച്ചള സർപ്പമായി തീർന്നവൻ, ആ യേശു ആയവൻ, തന്നെ നോക്കുവാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം. അവരോട് യേശു പറയുകയാ, അന്ന് നോക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നായിരുന്നു. ഇപ്പോഴവിടുന്ന് അടുത്ത പടിയിലോട്ട് കയറുക. മരണകരമായ യാതൊന്നു കുടിച്ചാലും, പ്രൈസ് ദ ലോർഡ്, ഇങ്ങോട്ടാണ് നോട്ടമെങ്കിൽ നിങ്ങൾക്ക് ഹാനി വരികയില്ല. മരണശക്തിയെ ചെറുക്കുന്ന ഒരു ജീവന്റെ ശക്തി കാൽവരിയിൽ തന്റെ ജീവൻ തന്നതിനാൽ ജീവൻ എന്നിലേക്ക് വ്യാപരിച്ചു. കാൽവരിയിൽ ജീവൻ തന്നതിനാൽ ജീവൻ പലരിലേക്ക് വ്യാപരിച്ചു. ഇന്ന് മുതൽ ജീവനിൽ നിന്ന് ജീവൻ പ്രാപിച്ച ജീവനുള്ള കല്ലായി യേശുവിന്റെ അടുക്കൽ വന്ന് നാമും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ദൈവത്തെ സേവിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയെ, പ്രൈസ് ഗോഡ്, എൻ്റെ മേൽ വേറൊരു പ്രമാണം നിലനിൽക്കുന്നു. എൻ്റെ മേൽ വേറൊരു പ്രമാണം. സ്തോത്രം. മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. വായിച്ചാട്ടെ. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അടുത്ത വഴിയിലോട്ട് കയറുക. രോഗശാന്തി കിട്ടുമെന്ന് പഴയ നിയമം പറഞ്ഞെങ്കിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ എന്നെ വഹിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ. പണ്ട് ആ പിച്ചള സർപ്പത്തിന്റെ കടി കിട്ടിയവൻ, അഗ്നിസർപ്പത്തിന്റെ കടി കിട്ടിയവൻ പിച്ചള സർപ്പത്തെ നോക്കണമായിരുന്നു. അത് ഞാനാ. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാണ്. അവങ്കിലേക്ക് നോക്കുന്നവർ മരിക്കുകയല്ല, പകരം ജീവൻ പ്രാപിക്കേണ്ടതിന്. ഒരു പ്രാവശ്യം നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമായാൽ പോകുന്ന ഇടത്ത് നോക്കാത്തവനെ ഞോണ്ടി വിളിച്ച് കൈവെക്ക്, അവൻ സൗഖ്യമാകും. ഹല്ലേലൂയ. രോഗം മാറുമെന്നല്ല, രോഗത്തെ മാറ്റുമെന്നല്ല, രോഗത്തെ മാറ്റുവാൻ ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തും. ഇതിനകത്തിരിക്കുന്ന ചിലർ അധികാരം വഹിച്ചു കൊണ്ടുപോകുന്നവരാ. ദൈവിക അധികാരം വഹിച്ചു കൊണ്ടുപോകുവാൻ ഇന്ന് ചിലതിനെ കൂടെ ദൈവങ്ങളുടെ ശക്തീകരിക്കട്ടെ. ആവർത്തനം 7:15 രോഗങ്ങളെ ഞാൻ നിന്നിൽ നിന്ന് അകറ്റും. വായിക്കണ്ട. ആവർത്തനം 7:15 രോഗങ്ങളെ ഞാൻ നിന്നോട് അകറ്റും. മിസ്രയീമ്യർക്ക് വരുത്തിയ ബാധ വരത്തില്ല, രോഗം എന്നാൽ വന്നു പോയാലോ ഞാൻ അകറ്റും. ഇന്ന് പകൽ രോഗികളായി തീർന്നവരുണ്ട്. ഏത് വാക്യത്തിനും ഒരു പരീക്ഷാ കാലഘട്ടമുണ്ട്. ആ പരീക്ഷാ കാലഘട്ടത്ത് ആ വാക്യത്തിന് വിപരീതമായതൊന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട് ദൈവവചനം തെറ്റെന്ന് പറഞ്ഞു പോകുന്നത് എത്രയെന്നും ഇല്ല. എൻ്റെ ജീവിതത്തിൽ താൽക്കാലികമായി സംഭവിച്ചെങ്കിലും വചനം മാറത്തില്ല, അതുകൊണ്ട് അതാ സത്യമെന്നും പറയുന്ന രണ്ട് വിഭാഗം വരും. മനസ്സിലാകും തോന്നുന്നു. നിനക്കൊരിക്കലും ചൂടടിക്കാതെ നിന്നെ ഞാനൊരു AC റൂമിൽ ഇരുത്തിക്കോളാമെന്ന് എന്നോട് ആരെങ്കിലും വാക്ക് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറയുന്നത്, ഇവിടെ ഇരുന്നോ, ഇത് AC റൂമാണ്, ശകലം നേരം കഴിഞ്ഞിട്ടും തണുത്ത കാറ്റ് വരുന്നില്ല, ചൂടുകാറ്റ് തന്നെയാണ് ഇരിക്കുന്നത്. എടാ, പറഞ്ഞത് കള്ളമാണെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു വിഭാഗം ആളുകൾ കാണും. വേറൊരു വിഭാഗം ആളുകൾ എന്നോട് പറഞ്ഞവൻ വിശ്വസ്തനാകയാൽ ഇതേതോ ടെമ്പററി ഇഫക്റ്റാണ്, ഇതങ്ങ് മാറും, എൻ്റെ പരീക്ഷാ കാലഘട്ടം ഇപ്പം തീരും, എൻ്റെ മേൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടും, രോഗം വരുത്തത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ വന്നു പറഞ്ഞു, ഞാൻ രോഗത്തെ നിന്നിൽ നിന്ന് അകറ്റും. പ്രൈസ് ദ ലോർഡ്. ഞാൻ രോഗങ്ങളെ നിന്നിൽ നിന്ന് അകറ്റും. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പം പോകുന്നില്ല. യെരമ്യാവ് 30:17 വായിച്ചേ പറ്റൂ. ദയവായി വായിച്ചാട്ടെ. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കൊണ്ട്, തന്റെ സിയോൻ ഏറ്റവും മഹത്വമുള്ളതാണ്, തേജസ്സുള്ളതാണ്, നന്മയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നിന്നെ ഇറക്കിക്കൊണ്ട് വന്നത്. പക്ഷെ ജനം ഇപ്പോൾ കാണുന്നത് നീ ഭ്രഷ്ടയാ, ഉപേക്ഷിക്കപ്പെട്ടവൾ. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങളിലും ഒരുമിച്ച് പാർത്തോളാമെന്ന് പൊതുജനത്തിന് മുമ്പിൽ പരസ്യ പ്രഖ്യാപനം ചെയ്തേച്ച് മിനിറ്റുകൾക്കകമോ ദിവസങ്ങൾക്കകമോ വർഷങ്ങൾക്കകമോ വാക്കുമാറുന്ന ബലമില്ലാത്തവരെ പോലെ അല്ല എൻ്റെ കർത്താവ്. ഞാൻ നിന്നെ ഒരു കാലത്ത് ഉപേക്ഷിക്കില്ല, കൈവിടുകയില്ലെന്ന് പറഞ്ഞെങ്കിലും താൽക്കാലികമായ ഒരു ശിക്ഷയിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ, അല്ലെ താൽക്കാലികമായ ഒരു ശോധനയിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ കണ്ടു നിന്ന നാട്ടുകാർ പറഞ്ഞു, നീ ഭ്രഷ്ടയാണ്, ദൈവം നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല കാലം എങ്ങനെയല്ലായിരുന്നു.
പണ്ട് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. യോബിനെ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം ശത്രുവിൻ്റെ കയ്യിൽ അനുവദിച്ചേൽപ്പിച്ചു. യോബ് പറഞ്ഞു, കർത്താവേ, പണ്ട് എൻ്റെ നല്ല കാലം എനിക്ക് ഓർമ്മയുണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഈ വാക്യങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിലൂടെ വരികയും അവിടെ ഇവിടെയൊക്കെ ഞാൻ തൊടുകയും ചെയ്തതാണ്. യോബ് പറഞ്ഞു, എൻ്റെ നല്ല കാലം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അങ്ങയുടെ ദീപം എൻ്റെ വീടിൻ്റെ മുകളിൽ പ്രകാശിച്ചു കൊണ്ടിരുന്നൊരു സമയമുണ്ട്. അങ്ങ് അകലെ നിന്ന് കാണുന്നവനും എന്നെ കാണും. ഇന്ന് എന്നെ കാണുമ്പോൾ തണ്ട എനിക്ക് പ്രായമുണ്ടെങ്കിലും ചെറുപ്പക്കാർ എൻ്റെ കാലിൽ തള്ളുകയാ. എൻ്റെ ഭാര്യയ്ക്ക് പോലും എൻ്റെ ശ്വാസം ദുസ്സഹമായി മാറുകയാ. അങ്ങയുടെ കാവൽ എനിക്ക് നഷ്ടമായി. അങ്ങയുടെ കയ്യിൽ നിന്ന് ഞാൻ അന്യപ്പെട്ടു പോയി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, അങ്ങനെ നിന്നെ ഭ്രഷ്ട എന്ന് ലോകം വിളിക്കയാൽ. വായിച്ചാട്ടേ, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച്, നിനക്ക് മുറിവുണ്ടായി, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിക്കും. ഇന്ന് പകൽക്കാലം ദൈവം എന്നെ ഒരു കാലഘട്ടത്തിലേക്ക് പരീക്ഷയിലൂടെ നടത്തിയത് കൊണ്ടോ ശിക്ഷയിലൂടെ നടത്തിയത് കൊണ്ടോ, ശിക്ഷയില്ലാതെ ആരും പോകത്തില്ല. അപ്പൻ ശിക്ഷിക്കാത്ത മക്കളില്ല. കവളിടയന്മാരാണ് ശിക്ഷിക്കപ്പെടാത്തത്. ശിക്ഷിക്കപ്പെടുന്ന മക്കളാണെങ്കിൽ ശിക്ഷയുണ്ട്. ഞാൻ നിന്നെ അടിയിച്ചിട്ട് കൂടിപ്പോയെങ്കിൽ, നിനക്ക് മുറിവുണ്ടായെങ്കിൽ, എൻ്റെ യേശുവിൻ്റെ വചനം പറയുകയാണ്, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ മുറിവ് മനസ്സിലാക്കുന്നവർ, ജീവിതത്തിൽ മുറിവ് മനസ്സിലാക്കുന്നവർ ഈ തിരുവചനം വിശ്വസിക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ ഏറ്റു പറയാം, ദൈവം എൻ്റെ മുറിവുകളെ പൊറുപ്പിക്കും. ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിക്കും. ദൈവം എൻ്റെ മുറിവുകളെ പൊറുപ്പിക്കും. ദൈവം എൻ്റെ മുറിവുകളെ പൊറുപ്പിക്കും. ദൈവം എന്റെ മുറിവുകളെ പൊറുപ്പിക്കാം. വായിച്ചു, നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിനക്ക് ആരോഗ്യം വരുത്തും. അങ്ങനെയാണ് നിന്റെ ആരോഗ്യം നഷ്ടമായി, ശരീരത്തിൽ മുറിവേറ്റു, തന്റെ നല്ല ശമരിയക്കാരന്റെ മുമ്പിൽ അകപ്പെട്ടു വന്നതായ ആ മുറിവേറ്റവനെ പോലെ തകർന്നു കിടന്ന ഇടത്തു നിന്ന് പൊക്കിയെടുത്ത ദൈവകൃപയ്ക്കായി നന്ദി. ഞാൻ നിനക്ക് ആരോഗ്യം തരും. ഇന്ന് പകൽ ആരോഗ്യം കുറഞ്ഞു പോയവർ, സാമ്പത്തിക ആരോഗ്യം, ശാരീരിക ആരോഗ്യം, വിദ്യാഭ്യാസത്തിന്റെ ആരോഗ്യം, എന്നെപ്പോലെ ഓർമ്മശക്തിയുടെ ആരോഗ്യം, കുടുംബത്തിന്റെ ആരോഗ്യം, നന്മകളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയവരെ ദൈവത്തിന്റെ വാഗ്ദത്തം ശ്രദ്ധിക്കൂ. ഞാൻ നിനക്ക് ആരോഗ്യം മടക്കിത്തരും. ഞാൻ നിനക്ക് ആരോഗ്യം മടക്കിത്തരും. ബിസിനസ് ഫീൽഡുകളിൽ കാണവരെ ഞാൻ ബിസിനസിന്റെ ആരോഗ്യം മടക്കിത്തരും. ആരോഗ്യമുള്ള ബിസിനസ്സുകൾ ദൈവജനത്തിന്റെ കയ്യിൽ വരട്ടെ. ആരോഗ്യമുള്ള പ്രസ്ഥാനങ്ങൾ ദൈവജനത്തിന്റെ കയ്യിൽ വരട്ടെ. ഞാൻ നിനക്ക് ആരോഗ്യം തരും. ഞാൻ നിന്റെ മുറിവുകളെ ശമിപ്പിക്കാം. മുറിവിലൂടെയാണ് ജീവരക്തം ഒഴുകുന്നത്. ഇന്ന് പകൽക്കാലം എൻ്റെ നന്മകൾ ചോരുന്ന 3 മാസം ഇടയിട്ടൊരു കടഭാരം, 6 മാസം ഇടയിട്ടൊരു കേസ്, 1 വർഷം ഇടയിട്ട് കുടുംബത്തിലൊരു കലഹം, ആകപ്പാടെ ഒരു മുറിവുള്ളതിനകത്തൂടെ അവിടെ ഇവിടെ നഷ്ടം വരികയാ. യേശുവിന്റെ നാമത്തിൽ എൻ്റെ മുറിവുകൾ പൊറുപ്പിച്ചുകൊണ്ട് ആരോഗ്യം തരുന്നവൻ ഇന്നിനകത്തുള്ളതിനാൽ മാറത്ത് പൊൻകച്ച കെട്ടി രാജാക്കന്മാരുടെ രാജാവായി, പുരോഹിതന്മാരുടെ മഹാപുരോഹിതനായി, മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവനായി, രഹസ്യങ്ങൾ കാണുന്നവനായി, ഇതിന്റെ നടുവിലൂടെ നടക്കുന്നവന് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ ഇതിനകത്ത് നടക്കയോ. ഹല്ലേലൂയ. നിന്നെ ഭ്രഷ്ട എന്ന് വിളിച്ചതിനാൽ ഞാൻ അടുത്തു വന്നൊന്ന് നോക്കട്ടെ. He's coming for a personal inspection. ഈ പകൽ ഇതിനകത്ത് ആ പേഴ്സണൽ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. മുറിവേറ്റ ഹൃദയങ്ങൾ എത്ര, മുറിവേറ്റ ജീവിതങ്ങൾ എത്ര, മുറിവേറ്റ കുടുംബങ്ങൾ എത്ര, മുറിവേറ്റ കാര്യങ്ങൾ ഏതെല്ലാം ഇന്ന് പകൽ യേശുവേ അങ്ങനെ പേഴ്സണൽ ഇൻസ്പെക്ഷൻ ആയി നന്ദി. എന്റെ ജനത്തെ കാണണമേ. ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നവനെ, അങ്ങ് അറിയാത്തതൊന്നുമില്ല. ഇന്ന് ജനത്തെ കാണണമേ. തൊട്ട് സൗഖ്യമാക്കുവാൻ, തൊട്ട് വിടുവിക്കുവാൻ അങ്ങയുടെ തൃക്കരം നീട്ടിയതിനായി നന്ദി. ഈ ജനം വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. യെരമ്യാവിന്റെ പുസ്തകം 30:17 നമ്മൾ വായിച്ചു കഴിഞ്ഞു. നിന്നെ ഭ്രഷ്ട എന്ന് പറഞ്ഞതിനാൽ ഞാൻ നിന്റെ മുറിവ് കെട്ടും. തുടർന്ന് ഒരു 5 മിനിറ്റിന് താഴെ, 5 മിനിറ്റ് യെശയ്യാവിന്റെ പുസ്തകം 58 പോകാൻ താല്പര്യപ്പെടുക. യെശയ്യാവിന്റെ പുസ്തകം 58 നിന്ന് ഒരു വാക്യം വിശദീകരിക്കാനുള്ള സമയം നമുക്കില്ല. എത്ര ഉപവാസ പ്രാർത്ഥനകളിൽ 2 ദിവസങ്ങൾ കണ്ടിന്യൂസ് നോക്കിയിട്ട്, മാസത്തിന് അപ്പുറം മാസങ്ങൾ കണ്ടിന്യൂസ് നോക്കിയിട്ട്, 21 ദിവസം ഉപവാസ പ്രാർത്ഥനകളിൽ ആഴ്ചകൾ ഒരുപോലെ നോക്കിയിട്ട് വിശദീകരിച്ച് തീരാൻ ഒക്കാത്ത ഒരു അധ്യായമാണ് യെശയ്യാവ് 58. എല്ലാം മിക്ക വാക്യങ്ങളും അങ്ങനെ. നമുക്കതിനകത്ത് ചില വാക്യങ്ങളിൽ നിന്ന് തൊട്ടങ്ങ് പോകാം. 58 6 മുതൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ഇതിന്റെ പശ്ചാത്ഭാഗം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 58 അധ്യായത്തിൽ ഇസ്രയേലിൽ ചില പരാജയങ്ങൾ ഉള്ളവരോട് കർത്താവ് പറയുകയാണ്, ഞങ്ങൾ ഉപവസിക്കുന്ന കർത്താവെ നീ കാണുന്നില്ല. എന്തും വേണ്ടി ഉപവസിച്ച. ഒരിക്കൽ ഒരു ദൈവദാസൻ ഒരു ദൈവമനുഷ്യൻ എന്നോട് പറഞ്ഞു, ഉപവസിച്ച് നടു ഒടിഞ്ഞിട്ട് ഒരു രക്ഷയില്ല.
ഉപവസിച്ച് നടുവൊടിഞ്ഞു, ഒന്നും നടക്കുന്നില്ല. സത്യമാ, ഒരുപാട് ഉപവസിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. കർത്താവേ, ഞങ്ങൾ ദൈവത്തോട് പലതും അപേക്ഷിക്കുന്നു, പക്ഷെ ഒന്നിനും മറുപടിയില്ല. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ വരുന്ന ജനത്തോട് സംസാരിക്കുവാൻ 58-ാം അധ്യായമാണ്. പ്രവാചക, കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്ത്. എന്തുകൊണ്ടാണ് ഇതിന് മറുപടി ഇല്ലാത്തതെന്ന് പറയാം. ഇസ്രായേലിനോട് അവരെ ബലഹീനതകൾ പറ. ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ജനത്തോട് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ വിളിച്ച എൻ്റെ ജനത്തോട് അവരുടെ കുറവുകളെക്കുറിച്ച് നീ പറ. ആ കുറവുകൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ ഈ പ്രാർത്ഥനകൾക്ക് മറുപടിയുള്ളൂ. അങ്ങനെയെങ്കിൽ കുറവ് പരിഹരിക്കുന്ന ചിലർക്ക് വേണ്ടി വായിച്ചാട്ട് ഒന്നുകൂടെ പ്ലീസ്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ഒന്ന്, ന്യായമല്ലാത്ത ചിലത് കയ്യിലുണ്ടോ? അഴിച്ചേ പറ്റൂ. ന്യായമല്ലാത്ത ചിലത്, എൻ്റെ ന്യായമല്ല, എൻ്റെ നീതിയല്ല, ദൈവത്തിൻ്റെ ന്യായം, ദൈവത്തിൻ്റെ നീതി, അതിന് നിരക്കാത്തത് ചിലതുണ്ടെങ്കിൽ അഴിച്ചേ മതിയാകൂ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. പിന്നെ നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക. ചില നുകത്തിന് അടിമയാ. ചിലതിന് സിഗരറ്റ് ഇല്ലാതെ ഒക്കത്തില്ല, ചിലതിന് അർത്ഥനഗ്നമായി ഡ്രസ്സ് ചെയ്യാതെ പറ്റത്തില്ല, ചിലതിന് മേക്കപ്പ് വേറെയാണ്, അതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നീ വല്ലാത്ത നുകത്തിനകത്ത് കുടുങ്ങിയെങ്കിൽ നുകത്തിന്റെ അമിക്കയറുകളെ അഴിച്ചുകളാ, ചെത്തിക്കളാ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് മറുപടി വേണോ? ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ വേണോ? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ ചെത്തുക. പിന്നെ പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. വായിച്ചു, അല്ലാതെ നിവൃത്തിയില്ല, വായിച്ചു. എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും. നിൽക്കട്ടെ, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക. ഈ പദം മറക്കരുത്. വീട്ടിൽ വരുന്ന ഭിക്ഷക്കാരന് ഒരു ദോശയുടെ ഒരു ശകലം മുറിച്ചു കൊടുക്കുക എന്നല്ലി പറഞ്ഞ്. അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ആഹാരമില്ല, അതുകൊണ്ട് രാവിലത്തേക്ക് വെച്ചിരിക്കുന്ന ചപ്പാത്തിയിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് മുറിച്ചങ്ങ് കൊടുത്തേക്കാമെന്ന് പറയുന്ന പരിപാടി അല്ലി പറഞ്ഞത്. അപ്പം മുറിച്ചു കൊടുക്കുക എന്ന പദത്തിന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിന് അമ്മ സെർവ് ചെയ്യുന്നത് പോലെ കൊടുക്കേണ്ട ഭാഗം, കൊടുക്കേണ്ട അളവിൽ, കൊടുക്കേണ്ട തിക്നെസ്സിൽ കൊടുക്കുന്ന ഒരു പ്രത്യേകത. പുതിയ നിയമ ആശയത്തിലേക്ക് ഇത് വരുമ്പോൾ നിന്റെ അപ്പത്തെ നുറുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ വിഭാഗിച്ചു കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം. ദൈവവചനത്തെ വിഭാഗിച്ചു കൊടുക്കുക. സാധാരണക്കാരന് ദൈവവചനം ഗ്രഹിക്കത്തില്ല. അവനിത് പറഞ്ഞ് പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ പണ്ട് ഈനോക്കിന് പറ്റിയതുപോലെ, എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണിന് പറ്റിയതുപോലെ തൻ്റെ വിശദീകരിച്ചു കൊടുക്കാൻ ഒരാൾ വേണം. നിങ്ങളുടെ അയൽവക്കത്ത്, നിങ്ങളുടെ അടുത്ത് വരുന്ന ആ സത്യാന്വേഷിക്ക് ചിലതെല്ലാം വിശദീകരിച്ചു കൊടുക്കുവാൻ ഞാൻ നിങ്ങളും കടപ്പെട്ടവരല്ലേ? ചിലതെല്ലാം വിശദീകരിച്ചു കൊടുക്കുവാൻ നിന്റെ അപ്പത്തെ നുറുക്കി കൊടുക്കുക. അടുത്തത്, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതിരിക്കുന്നതും അല്ലയോ? ഇതിനകത്ത് എല്ലാം നമ്മൾ ഒറ്റ വാക്കിൽ ശ്രദ്ധിച്ചാൽ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചാണെന്ന് തോന്നിപ്പോകാം. അല്ല അല്ല അല്ല, ഇത് ആത്മീക വിഷയങ്ങളാ, ആത്മീക വിഷയങ്ങളാണ്. ഒന്ന്, തിരുവചനം വ്യാഖ്യാനിക്കേണ്ടവന് വ്യാഖ്യാനിക്കുക. നിന്റെ മാംസരക്തങ്ങളായവർക്ക് നിന്നെ തന്നെ മറക്കാതിരിക്കുക. എൻ്റെ അനുഭവത്തിൽ ദൈവം പ്രവർത്തിച്ച ഇടങ്ങൾ, എൻ്റെ അനുഭവ സാക്ഷ്യം പറയേണ്ടവനോട് പറയുക. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി, എനിക്ക് വെയിലടിച്ചപ്പോൾ വേർത്തു. ആർക്കടു വെയിലടിച്ച വേർക്കത്തെ? എനിക്ക് ആഹാരമില്ലായിരുന്നു, പട്ടിണിയായിരുന്നു. ആഹാരമില്ലാതെ ആർക്കാണ് അറിയുന്നത്? ഇതൊക്കെ ഉള്ളതാ. ഇല്ലെന്നാര് പറഞ്ഞു? വിളിച്ചവന്റെ സൽഗുണങ്ങൾ ഘോഷിക്ക്. എന്നെ പ്രശ്നത്തിന് നടുവിൽ നിർത്തിയവൻ, എന്നെ പണിതവൻ. ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്, പാസ്റ്റേ ബേഥേലിൽ വന്ന് എൻ്റെ ജീവിതം മാറി. ഞാൻ പറഞ്ഞത് പിന്നല്ലേ, ആദ്യം മാറിയത് എൻ്റെ ജീവിതമാ. ബേഥേലിൽ വന്നു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ബേഥേലിൽ വന്നു, എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. കാരണത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, എൻ്റെ മാംസരക്തങ്ങളായവർക്ക് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം വിതറട്ടെ. ഹല്ലേലൂയ. നിരാശപ്പെടുത്തുന്ന ഒന്നോ, ഒരുവനെ കരയിപ്പിക്കുന്ന ഒന്നോ പറയാതെ ഒരുവനെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന ചില അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാൻ ഇന്ന് ഇതിനകത്തിരിക്കുന്ന നമ്മെ ദൈവം ഒന്ന് ഉപയോഗിക്കട്ടെ. അതോട് വായിച്ചാട്ടെ ബ്രദറെ. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നിനക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇസ്രായേലേ, തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയെ, പ്രധാനപ്പെട്ട ജനമേ, രാജകീയ പുരോഹിത വർഗമേ, ഇത് ചെയ്യുമെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ വെളിച്ചം പ്രഭാതം പോലെ ഉദിക്കും. നിർത്താൻ പോകാൻ ഞാൻ ഇവിടെ സമയമായതുകൊണ്ട് ഇന്ന് പകൽ എൻ്റെ വെളിച്ചം പ്രഭാതം പോലെ ഉദിക്കേണ്ടതിന് പ്രഭാതത്തിന്റെ പ്രത്യേകത വെളിച്ചം വർദ്ധിച്ചു വരികയാ. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, മുന്തിയ മാനസാന്തരം 3 മാസം. ഒരു നല്ല പ്രസംഗം കേൾക്കാമെങ്കിൽ, ഒരു നല്ല ആരാധനയിൽ പങ്കെടുക്കാമെങ്കിൽ, കാത്തിരിപ്പ് യോഗം നടന്നാൽ 21 ഉപവാസമാണെങ്കിൽ ചോദിക്കാനുമില്ല. ആത്മാർത്ഥമായി പങ്കെടുത്തവർ എന്നെ ഉണർവോടെയാണ് പോകുന്നതെന്നറിയാമോ? പക്ഷെ 3 മാസം കഴിയുമ്പോൾ പണ്ട് സിഗരറ്റ് വലിച്ചവൻ ഇനിയും ഭരിക്കും. പണ്ട് വീട്ടിൽ വഴക്കിട്ട പുള്ളി ഇനിയും വഴക്കിടും. പണ്ട് ഓഫീസിൽ നിന്ന് മോട്ടിച്ചവൻ പിന്നെയും മോഷണത്തെക്കുറിച്ച് ചിന്തിക്കും.
അതങ്ങ് അസ്തമിക്കും. പക്ഷെ നിന്റെ പ്രകാശം വെളിച്ച് ഉഷസ് പോലെയായിരിക്കും. ഉദിച്ച് തുടങ്ങിയാൽ ഒന്ന് കിളരാൻ പോകുകയാ. പിശാചേ, ഞാൻ കിളരാൻ പോകുകയാ. പിശാചേ, ഞാൻ കിളരാൻ പോകുകയാ. ഞാനൊരു പ്രത്യേക സമ്പത്താ. ഇന്ന് പകൽ ചിലർക്ക് ഉറപ്പുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്താ. ആ സമ്പത്തായി തുടരണമെങ്കിൽ ഈ വ്യവസ്ഥകൾ പാലിച്ചേ മതിയാകും. കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാൻ താല്പര്യമുള്ളവർ, തങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്നവരിൽ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ടെലിവിഷനിലൂടെ ഞാൻ ഇത് കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ സ്ലെയിൻ ചെയ്ത് തറയിൽ വീണു. ഞാൻ അവിടെ മുട്ടുകുത്തി. എന്തെല്ലാം കേൾക്കണം. ഇന്ന് പകൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു യഥാർത്ഥ ആത്മിക സന്ദേശം ലഭിക്കുവാൻ, ഒരു ആത്മിക ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിവില്ലാത്തവരെ, നിങ്ങൾക്ക് വേണ്ടി പിൻപിൽ നിന്നും ദൈവം കൽപ്പിക്കുന്ന ശബ്ദമല്ലേ ഇത്, ഇതാകുന്നു വഴി, ഇതിലെ നടന്നുകൊള്ളുക എന്ന് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തെ ഒരുമിച്ചൊന്ന് സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. കർത്താവേ, ഇന്ന് പകൽ എഴുന്നേറ്റ് നിൽക്കുന്നവരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി തിരുമുമ്പിൽ സമർപ്പിക്കപ്പെട്ടവരെ ഇപ്പോൾ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ കുഞ്ഞുങ്ങളെ, അനുഗ്രഹിക്കുന്നവനായി അങ്ങയുടെ നാമം പറഞ്ഞ് അനുഗ്രഹിക്കുന്ന പദവി മധ്യവർത്തിയായി അടിയന് തന്നതിനാൽ നന്ദി കർത്താവേ, നന്ദി. അങ്ങയുടെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, അങ്ങയുടെ ജനം വാഴ്ത്തപ്പെടട്ടെ. ഒരു ദൈവകൃപ ഇന്ന് അവരുടെ മേൽ ഇരിക്കട്ടെ. പുത്രപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളുടെ തീരുമാനങ്ങൾ മാനിക്കണമേ, ഞങ്ങളെ ആദരിക്കണമേ. അങ്ങയുടെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കൃപ കൂടിയിരിക്കണമേ. മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ.